യിരെമ്യാ പ്രവചനം 45:5. എന്നാൽ നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? ആഗ്രഹിക്കരുത്. ഞാൻ സർവ്വജഡത്തിനും അനർത്ഥം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എങ്കിലും നീ പോകുന്ന എല്ലായിടത്തും ഞാൻ നിന്റെ ജീവനെ നിനക്ക് കൊള്ളപോലെ തരും എന്നിങ്ങനെ നീ അവനോട് പറയണമെന്ന് യഹോവ അരുളിച്ചെയ്തു. തമിഴിലൊന്ന് വായിച്ച്. വീണ്ടും വായിക്കാം. നീ ഉനക്ക് വലിയ കാര്യങ്ങളെ തേടാതെ. ഇന്നത്തെ കാലത്തിൽ ഇത് നാം വിവരിക്കണം. ഏതാ വലിയ കാര്യങ്ങൾ നാം നടക്കൂടാ. അടുത്തത് മാംസമാന യാവരുടെ മേലും തീമയെ വരപ്പെടുന്നവരുടെ കത്തശ്ശ. അപ്പൊ മാംസമാന യാവരുടെ മേലെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? മാനുഷിക ജഡങ്ങൾ എവിടെല്ലാം ഉണ്ടോ അവർക്കെല്ലാം പരീക്ഷ വരാനുണ്ട്. ആ പരീക്ഷാ സമയത്ത് നമ്മൾ വലിയ കാര്യങ്ങൾ, ലോകത്തിലെ ഒരു വലിയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നു. കർത്താവ് പറഞ്ഞൊരു ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി, അതല്ലേ ആവശ്യം. പിന്നെ ജീവൻ നിന്നെങ്കിലല്ലേ ഉള്ളൂ. ജീവൻ നിന്നെങ്കിലല്ലേ അടുത്ത കാര്യം. അത് ദൈവഇഷ്ടമെങ്കിൽ നടക്കട്ടെ, നമുക്ക് അർത്ഥം. ദൈവഹിതമെങ്കിൽ നടന്നോട്ടെ. അപ്പോൾ വലിയ കാര്യങ്ങളെക്കുറിച്ച് നാം ഈ കാലത്ത് ചിന്തിക്കാൻ പോകില്ല. അങ്ങനെ ചിന്തിച്ചാൽ വലിയ ശോധനകളെക്കുള്ള പരിശോധനകളിലൂടെ പോയി നമ്മൾ പെട്ടുപോകും. തീമോഥെയോസിനെ വായിക്കുന്നില്ലേ? ധനവാനാകാൻ ഇച്ഛിക്കുന്നതിനൊക്കെയും പരീക്ഷയിലും കടിയിലും അകപ്പെടും. ഇത് ലോകത്തിലങ്ങനെ പലരും പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? അതുകൊണ്ട് ധനവാനാകാൻ ഇച്ഛിക്കുന്നതിനൊക്കെയും പരീക്ഷയിലും കടിയിലും അകപ്പെടും. അവിടെ ദൈവങ്ങളോട് ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞിരിക്കുകയാണ്, എന്താ വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നത്. കാരണം ഒരു ഗ്ലോബൽ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ പരിശോധനകൾ അന്താരാഷ്ട്ര ബേസിൽ തന്നെ ഒരു വലിയ പരീക്ഷാഘട്ടം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇത് ഒരു രാജ്യത്തിൻ്റെ അല്ല, ഇത് ആഗോള അടിസ്ഥാനത്തിൽ ഇതൊരു ഗ്ലോബൽ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഒരു രാജ്യത്തിന് അതിനെക്കുറിച്ച് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നില്ല. ഇതിങ്ങനെ ഘട്ടഘട്ടമായി വന്നുകൊണ്ടേയിരിക്കും. ഈ വരവിൻ്റെ ഉദ്ദേശം ലോകത്തിൽ തന്നെ ചില മനുഷ്യർക്കറിയാം. ദൈവം അങ്ങനെ ചില സൂചനകൾ കൊടുത്തിട്ട് കാര്യങ്ങൾ അനുവദിക്കുക, അവർക്ക് അനുവദിക്കത്തുള്ളൂ. യോബിൻ്റെ പരിശോധനയ്ക്ക് പിശാചിനെ അനുവദിച്ചതുപോലെ അങ്ങനെയുള്ളതായ ഈ പരീക്ഷാഘട്ടങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് നമുക്കിതിനെപ്പറ്റി വേവലാതിയില്ലാതെ. ബാക്കിയുള്ളവർക്ക് അറിയത്തില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്, അറിയത്തില്ല. അപ്പം നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നാം ശാന്തമായിരുന്ന് ക്ലിയറായി നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ കാത്തിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ വായിച്ചപ്പോൾ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കരുത്. അപ്പോൾ ഒരു ചെറിയ മനസ്സ്, അതാണ് നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ. കുട്ടികൾക്ക് വലിയ ആഗ്രഹമൊന്നും അവസാനമില്ല കേട്ടോ. കുട്ടികൾ യേശുവോട് നിങ്ങൾ തിരിഞ്ഞ് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന് 4-ാം വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ, അപ്പോൾ ആ ശിശുക്കളെ പോലെ ആകുക. ശിശുക്കൾക്ക് വലിയ കാര്യമൊന്നുമില്ല. ഇതുപോലെ ഈ അവസാന കാലഘട്ടത്തിൽ ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കാൻ പോകും. നമുക്ക് ആവശ്യമുള്ള കാര്യം എന്താണ്? നമ്മുടെ ശരീരത്തിലും ആത്മാവിലും ഒരു വിശുദ്ധീകരണം പ്രാപിക്കണം. 1 Thessalonians 5-ാം അധ്യായം 23-24 വാക്യത്തിൽ വായിക്കുമ്പോൾ സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനുമായി ശുദ്ധീകരിക്കുമാറാകട്ടെ. വായിക്കുന്നു, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. മുഴുവനും ശുദ്ധീകരിക്കണം. നിങ്ങളുടെ ദേഹവും ദേഹി ആത്മാവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ. 24-ാം വാക്യം വായിച്ച്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. ഒരു ശുദ്ധീകരണ കാലമാണ് ദൈവമക്കൾക്ക് ഈ നാളുകളിൽ. നമുക്കറിയാം, എസ്തേറിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവിടെ മണവാട്ടിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അഹശ്വേരോസ് രാജാവ് സകല ഭാഷ ഗോത്രങ്ങളിൽ നിന്നെല്ലാം കന്യകമാരെ വരുത്തി, അനേക കന്യകമാരെ വരുത്തി. പക്ഷെ അതിൽ ഒരുത്തിയാണ് ഹദസ്സാ അല്ലെങ്കിൽ എസ്തേർ. ആ എസ്തേറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോഴേ അവൾക്കൊരു കുലമുണ്ട്, ഒരു ഭാഷയുണ്ട്, അവൾക്കൊരു മണമുണ്ട്. എല്ലാ മനുഷ്യർക്കും ഒരു മണമില്ല. ഇസാക്ക് പറയുന്നില്ലേ, ഇതെൻ്റെ മൂത്ത മകൻ ഏശാവിൻ്റെ മണം. അപ്പോൾ ചിലർ ഷർട്ട് അലക്കാൻ നേരത്തോടെ മണം കാണും.
അപ്പോൾ ഏശാവിൻ്റെ മണം അതിനേറ്റ പെർഫ്യൂം അടിച്ചുകൊണ്ടാണ് യാക്കോബ് ഏശാവിന്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും ചില മണങ്ങളുണ്ട്. ചിലർ ജോലി ചെയ്യുന്നതനുസരിച്ച്, ചലിക്കാത്ത ജോലി ചെയ്യുന്നവർ സ്ഥിരമായി ജോലി ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരു സ്മെല്ലുണ്ടാകും. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ നിലവാരമനുസരിച്ചൊരു സ്മെല്ലുണ്ടാകും. ഇത് പ്രാദേശികമായിട്ട് എല്ലാ മനുഷ്യർക്കുള്ളൊരു സ്മെല്ലാണ്. അങ്ങനെ എസ്തേറിന് ഇവിടെ കൊണ്ടിരുന്ന സമയത്ത് അവർക്കൊരു സ്മെല്ലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാജാവ് ശുദ്ധീകരണത്തിനായിട്ട് 1 വർഷം, ഒന്നല്ല മിക്കവാറും 2 വർഷമാണ് വായിച്ച വാക്യം. 6 മാസം. എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ഓരോ യുവതിക്ക് 12 മാസം സ്ത്രീജനത്തിന് വേണ്ടിയുള്ള നിയമപ്രകാരം ചെയ്ത് കഴിഞ്ഞ ശേഷം, അപ്പോൾ ആദ്യം ഒരു ശുദ്ധീകരണം 12 മാസം ഉണ്ട്. ആ 12 മാസം ഒരു ജനറൽ സാനിഫിക്കേഷൻ. അപ്പൊ പൊതുവായ ഒരു ശുദ്ധീകരണത്തിന് ശേഷം പിന്നീട് മണവാട്ടിക്കായിട്ടൊരു ശുദ്ധീകരണം വരും. 2 മണവാട്ടിയുടെ ശുദ്ധീകരണമാണ്. അതെങ്ങനെ അടുത്ത് വായിച്ചത്? 6 മാസം തൈലവും, 6 മാസം മൂറിൻ തൈലവും, പിന്നെ 6 മാസം സുഗന്ധവർഗ്ഗവും. സ്ത്രീകൾ മൂറിൻ തൈലം എന്ന് പറയുന്നത് ദുറ കഷ്ടതയാണ്. അത് ശരീരത്തിലേക്ക് ചിലപ്പോൾ ചെറിയ പൊള്ളലും ഇറിറ്റേഷനൊക്കെ ഉണ്ടാക്കുന്നതാണ് ഈ ആദ്യത്തെ 6 മാസത്തെ ഈ തൈലം. ഇതിനാൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിലുണ്ടായിരുന്ന ഈ അതിനകത്ത് സൂര്യത്ത് മനുഷ്യന്റെ ആരുടെ സൂര്യനെന്ന് പറഞ്ഞില്ല, എൻ്റെ മണം ദൂരത്തെ അറിയാം. ആര് വരുമ്പോൾ ചിലർക്ക് ആ സ്മെല്ല് അറിയാം. അപ്പൊ നമ്മളിലുണ്ടായിരിക്കുന്ന സ്വഭാവത്തെയാണ് ഈ പറയുന്ന സ്മെല്ല്. എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അവൻ്റെ ബാല്യം മുതൽ അവനിൽ വെച്ചിരിക്കുന്നതായ സ്വാദം നമ്മുടെ രുചി. അതാണ് യിരെമ്യാ 48 വായിക്കുമ്പോൾ, അവിടെ നമ്മൾ 48 വായിക്കുമ്പോൾ, മോവാബ് ബാല്യം മുതൽ സ്വൈര്യമായി പട്ടിന്മേൽ നിന്നിരുന്നതാണ്. മട്ടിന്മീതെ തെളിഞ്ഞു നിന്നു. അവനെ പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക്. എല്ലാ മനുഷ്യർക്കും പ്രാദേശിക കൾച്ചർ എന്ന് പറയുന്നത് വല്ലാത്തതല്ലേ. ഇവിടെ ഇപ്പൊ കേരളത്തിൽ തന്നെ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന് ഇവിടുത്തെ രാഷ്ട്രീയ മനോരമ പത്രം ദിവസവും വായിച്ച് ഈ രാഷ്ട്രത്തിന്റെ ഉറതായ്മയില്ലെങ്കിൽ ദൂഷ്യങ്ങളും അതും ഇതുമെല്ലാം ജാതി മത വർഗം ഇതെല്ലാം കൂടെ അകത്ത് കയറ്റി മനുഷ്യർക്ക് അങ്ങനെയുണ്ട്. പിന്നെ അവനവൻ്റെതായ സമുദായത്തിന് ഇല്ലയോ? ക്രിസ്ത്യാനികൾക്ക് തന്നെ സമുദായ സ്പിരിറ്റുണ്ടല്ലോ, അന്യജാതികൾക്കില്ലേ, അന്യമനുഷ്യർക്കില്ല, അവർക്കുണ്ട്. ഇതെല്ലാം അകത്ത് കിടക്കുന്നുകൊണ്ടാണ് ഈ കേരളം നന്നാകാത്തത്. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത് ഇത് പ്രാന്താലയം പറഞ്ഞത്. എന്നാൽ യുവന്മാരെല്ലാം വെളിയിൽ പോയി കുറെ നാൾ അറബിയുടെയോ അല്ല മറ്റു രാജ്യത്തൊക്കെ പോയി അവരുടെ കഷ്ടയിൽ പോയി കഷ്ടപ്പെട്ട് ശരീരത്തിൻ്റെ ആ അവസ്ഥയിൽ അത് മാറ്റി പുതിയ ഭാഷയൊക്കെ പഠിച്ച് പുതിയ അനുഭവങ്ങളൊക്കെ പഠിച്ച് വരുമ്പോൾ അവർ പ്രവാസികളായി മാറി. പ്രവാസി മലയാളിയുടെ കൾച്ചർ വ്യത്യാസമുണ്ടല്ലോ. ഈ പ്രാദേശിക മലയാളിക്കും പ്രവാസി മലയാളിയുടെ കൾച്ചർ വ്യത്യാസമുണ്ട്. കാരണം അവർ പലതും കണ്ടു അനുഭവിച്ചു, കഷ്ടങ്ങൾ ഒരുപാട് സഹിച്ചു. അതുകൊണ്ടാണ് എല്ലാ മനുഷ്യർക്കും പ്രവാസത്തിൽ പോകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ സുവിശേഷ വേലയിലും നമ്മുടെ വിശ്വാസികളെയും കേരളത്തില് ആ പ്രവാസത്തിൽ പോകാത്ത വേലക്കാരെ കണ്ട തിരിച്ചറിയാം. അവരുടെ ആ മണം പോകത്തില്ല, അവരുടെ രുചി പോകത്തില്ല. വിശ്വാസികൾക്കും അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവർ അവരുടേതായ പ്രാദേശിക കൾച്ചർ, അവരുടെ സമുദായ സംഗതി അല്ല ഭാഷാ സ്പിരിറ്റ്, ജാതി സ്പിരിറ്റ് ഇതൊക്കെ പോകാത്തതിന്റെ കാരണം ഇവിടുന്ന് അങ്ങോട്ട് വേറൊന്നിലേക്ക് പകർന്നിട്ടില്ല. അതാണ് മോവാബിനെ കുറിച്ച് വായിക്കുമ്പോൾ ബാല്യം മുതൽ വായിക്കാം. അവരിങ്ങനെ സൂത്രം ചില പൊരുത്തക്കോഴി പതുങ്ങുന്ന പോലെ പതുങ്ങി രക്ഷപ്പെടും. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ നിനക്ക് പ്രതിസന്ധികളെ നേരിടാൻ കഴിയാതെ. അതുകൊണ്ടാണ് നമ്മൾ ചില സമയത്തിൽ പകരപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മളിലുള്ള സ്വഭാവങ്ങളെ പകർന്നുകൊണ്ടേയിരിക്കണം. നോക്കണം, അവനെ പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് പകരുകയോ അവനെ പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് പകരുകയോ പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവന്റെ സ്വാദ്, അവന്റെ സ്മെല്ല്, അവന്റെ രുചി. അതാണ് ഇന്ന് കേരളത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ശാപം. കേരളത്തിൽ കിടന്ന രാഷ്ട്രീയക്കാർ, ഈ മത പുരോഹിതന്മാർ, നേതാക്കന്മാർ, ഏത് മതത്തിൽപ്പെട്ടവരും ആ പ്രാദേശിക കൾച്ചർ മാത്രം പരിചയിച്ചു വരികയാണ്. ഇവർ ബന്ധുക്കോസുകാർക്കുണ്ട്. ഓരോ ബന്ധുക്കോസുകാരെടുത്ത് നോക്കിയേ, CPM ആയാലും IPC ആയാലും ചർച്ചക്കോടായാലും ഏതായാലും ശരി, അതിൽ തന്നെ വളർന്ന് മറ്റൊന്നും അറിയാത്തവർക്ക് അതാണ് കൂടുതൽ ലോകം. ഞങ്ങളാണ് വിശുദ്ധര്, ഞങ്ങളാണ് കൂടുതൽ.
മറ്റുള്ളവരെ അംഗീകരിക്കാനായിട്ട് കഴിയാത്തതിന് കാരണം ആ കിണറ്റിലെ തവള പോലെയാണ്. അവരുടെ കിണർ, ആ കിണറിനകത്ത് അവരുടെ സിലബസ്, അവരുടെ പ്രത്യയശാസ്ത്രം, ഇത് മാത്രം പഠിച്ച് തലയ്ക്കകത്ത് കമ്മ്യൂണിസ്റ്റുകാരുടെ പുസ്തകം മാത്രം വായിച്ച് തലയിൽ കയറുന്നുണ്ട്. അവൻ വിചാരിക്കുന്നത് അതാണ് സ്വപ്ന ലോകം. അതെല്ലാം തകർത്തില്ലേ? അതുപോലെ ക്രിസ്ത്യാനികളും ഓരോ ക്രിസ്ത്യ വിഭാഗങ്ങളും അവരവരുടെ മതത്തിന്റെ ആ ഐരാങ്ങൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ദിവസവും തന്നെ കേട്ട് അച്ഛന്മാരുടെ പ്രസംഗം എല്ലാം ചെയ്ത് വരുമ്പോൾ അവർക്ക് ഒരു അതാസം ശരിയായ ലോകമാണ്. ഈ ക്രിസ്തീയ ലോകത്തില് ഈ പെന്തിക്കോസുകാര് മറ്റു പെന്തിക്കോസുകാരെന്ന TPM-നെതിരായിട്ട് ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, അവരുടെ പാർഷന്മാരെ തന്നെ പണ്ട് പ്രസംഗിക്കുന്നുണ്ട് TPM-നെതിരായിട്ട് ഇപ്പോഴും പ്രസംഗിക്കും. അവർ പലരും പറയാറുണ്ടായിരുന്നു, എന്താ കത്തോലിക്ക സഭയിൽ പോയാൽ പോലും പെന്തിക്കോസ് പോകരുത്, TPM പോകരുത്. അതിന് കാരണം എന്താ? അത് അവരുടെ നേതാക്കന്മാർ അവരെ പഠിപ്പിച്ചു. കാരണം ശരിയായ സത്യം ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നിൽക്കാൻ പോകുന്നില്ല, അവർക്ക് പോയി. അതുകൊണ്ട് അവർ ആവർത്തിച്ച് ഇത് പറയാം. എന്നാൽ ഇവിടെ പാർഷപ്പോഴുകൂടെ പലരും മറ്റു പെന്തിക്കോസുകാരെ കുറിച്ച് കുറ്റം പറയാൻ പോയാൽ അവർ ശാസിക്കും. അങ്ങനെയുള്ളവരെ ശാസിച്ചിട്ടുണ്ട്. ഒരു പ്രസംഗത്തിൽ ഒരാളെ ഇരുത്തി ഞാൻ കിടന്നു, അതിൻ്റെ ജോലിയല്ല. ഇതൊക്കെ തന്നിരിക്കുന്ന ദൈവികമായ കാര്യം പറഞ്ഞോണം, അതിനെ മനുഷ്യൻ പിൻപറ്റിക്കൊണ്ട് ഇങ്ങനെ വ്യത്യാസമുണ്ട്. അതുപോലെ സമുദായങ്ങളിലുണ്ട്. ഈ കത്തോലിക്ക സഭയുടെ വളർച്ചയും അവരുടെ അഡ്മിനിസ്ട്രേഷൻ സെറ്റപ്പ്സും മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് അത്രയും പിടിക്കുന്നു. അതുകൊണ്ടാണ് അവരും എല്ലായ്പ്പോഴും ഞങ്ങൾ ശ്രേഷ്ഠരാണെന്ന് മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങൾ എപ്പോഴും കത്തോലിക്കനെതിരായിട്ട് പറയുന്നത് ഒരു കാരണം. പിന്നെ കത്തോലിക്കതയിലുണ്ട് അവരുടെ ഒരു ഏകാധിപത്യ അപ്രമാണത്തിൽ അതൊരു ഭാഗത്തുണ്ട്. ഇത് നമ്മളുടെ ഇടയിലുണ്ട്. നമ്മളിലും ചില ഏകാധിപത്യവും കർത്തൃത്വമുള്ളൊരു കാലം ഉണ്ടായിരുന്നു. പാഷാന്റെ കാലത്തിന് ശേഷം ആ സ്പിരിറ്റ് പെന്തിക്കോസ് മിഷൻ വളർന്നു വന്ന അവസാനം 84 അങ്ങനെ ആ CPM-നെ ദൈവം എടുത്ത് ദൂരെ കളഞ്ഞു. ആ പ്രശംസയും പ്രതാപമെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞതായി ഇസ്രായേലിനും അങ്ങനെ സംഭവിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ കീർത്തിയും അവരുടെ പ്രശംസയുമായിരുന്നു ആലയം. അപ്പൊ യേശു ക്രിസ്തുവിനേക്കാൾ നിങ്ങളുടെ സഭയെന്ന് പ്രശംസിക്കുന്ന പെന്തിക്കോസ് മിഷൻ CPM-കാരുണ്ടായിരുന്നു. മറ്റുള്ളവർ ഇപ്പോഴും ഉണ്ട്. യാക്കോബുകാരിൽ എവിടെയാണ്? ഓർത്തഡോക്സുകാർ അവിടെയാണ്, കത്തോലിക്കർ അവിടെയാണ്. ഇങ്ങനെയുള്ള പ്രശംസകൾ ഒരു കാലത്ത് ദൈവം ഉടച്ചു കളയും. ഇതുപോലെയാണ് ഇൻഡിവിജ്വലി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ പടർന്നുകൊണ്ടിരുന്ന ആ രുചി. അതാണ് മോവാബ് ബാല്യം മുതൽ വായിച്ചു. മോവാബ് ബാല്യം മുതൽ സ്വൈരമായി മട്ടിന്മീതെ തെളിഞ്ഞു നിന്നു. അവനെ പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് പകരുകയോ പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്തില്ല. അതുകൊണ്ട് അവന്റെ സ്വാദ് അവനിൽ തന്നെ ഇരിക്കുന്നു. എങ്കിലും ദൈവം ജനത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് അവരിപ്പോ മറ്റു രാജ്യങ്ങളുടെ മറ്റിടത്ത് പ്രവാസത്തിൽ പോകുന്നില്ലെങ്കിൽ പോലും ചില സമയത്തിൽ ഇവരെ ശുചീകരിക്കാൻ പകരുന്നവരെ കൊണ്ട് അയക്കുന്നു. പകരുന്നവരെ ഞാൻ അവന്റെ അടുക്കൽ അയക്കും. രാഷ്ട്രീയ നേതാക്കന്മാരും അങ്ങനെയാണ്. വലിയ സൂപ്പർ സ്റ്റാറായിട്ട് കളിച്ചു വരുമ്പോഴായിരിക്കും ദൈവം അവർക്കെതിരായിട്ട് വേർതിരിവ് എഴുന്നേൽപ്പിച്ചത്. അവൻ വരുമ്പോൾ ഇവരൊന്നും വിടുക. പിന്നീട് ഇവരുടെ വാക്കുകൾ ഇവർക്ക് ഭയങ്കര എളിച്ചയായിട്ട് മാറും. മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് ഭീഷണിപ്പെടുത്തുകയും അപ്രമാദത്തെ സ്ഥാപിച്ചു വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ പോലും പാഠം പഠിപ്പിക്കാനും ശുദ്ധീകരിക്കാനും അവരെക്കാൾ വലിയ ശക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു കൊടുക്കാറുണ്ട്. കേരളത്തിലും ഇന്ത്യയിലും എല്ലാ ഇടങ്ങളിലും അങ്ങനെ കാണുന്നു. അവിടെ മുമ്പിൽ ഇവരൊന്ന് പതറും. അപ്പോഴാണ് ഇവരുടെ കീടങ്ങൾ, കളിപ്പുകൾ നീക്കിക്കളയുന്നത്. ഇതുപോലെയാണ് സഭയുടെ ശുദ്ധീകരണം. അങ്ങനെ ഇസ്രായേലിനെ ശുദ്ധീകരിക്കാൻ കാലാകാലങ്ങൾ ദൈവം ചെല്ലേക്ക് ദൈവം. അതാണ് നെബൂഖദ്നേസർ. അങ്ങനെ നെബൂഖദ്നേസർ രാജാവ് ദൈവം എഴുന്നേൽപ്പിച്ചു. നെബൂഖദ്നേസർ പറഞ്ഞില്ല, നിങ്ങളുടെ ദൈവം എന്നെ അഭിഷേകം ചെയ്ത് വിട്ടിരിക്കുകയാണ്. നമ്മുടെ സ്വർഗത്തിലെ ദൈവം നെബൂഖദ്നേസർ രാജാവിനെ അഭിഷേകം ചെയ്ത് വിട്ടിരിക്കുകയാണ്. ആർക്കെതിരായിട്ട്? എന്റെ ജനത്തെ കർശനമായിട്ട് അവരെ വളരെ ഉപദ്രവിക്കണം, ശിക്ഷിക്കണം. കാരണം അവരുടെ മനസ്സ് ദൈവത്തിൽ നടന്നു. ദൈവം അവരെ കുറിച്ചുള്ളതായ കോൺസെപ്റ്റ്, ആ പ്ലാൻ അത് നിവർത്തിക്കാൻ കഴിയാതെ വണ്ണം അവർ അന്യ ആരാധനകളുടെയും വിഗ്രഹങ്ങളുടെയും സമൃദ്ധിയുടെയും പിന്നാലെ പോകുകയും ആ ഭക്ഷണത്തരത്തിന് വേണ്ടി ഒരു ഗവേഷണം ചെയ്യുന്നതാണ് ഇതിന്റെ അവിടെ യഥാ. അതിനുവേണ്ടി അവർ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത തെറ്റെങ്ങനെ ഉണ്ടാക്കി പണം ഉണ്ടാക്കാം, പേരുണ്ടാക്കാം, പ്രശസ്തി ഉണ്ടാക്കാം.
ഇതാണ് ഇന്ന് പെന്തിക്കോസ് ലോകത്തിൽ പിടിച്ചിരിക്കുന്ന ഒരു ശക്തി. അവർ ദൈവത്തെ പ്രസാദിപ്പിക്കാനും ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിക്കേണ്ടതായ പെന്തിക്കോസുകാർ, അതായത് വിവാദപ്പെട്ടവരാണെങ്കിൽ പോലും ഇപ്പൊ ഈ അവസാന കാലത്തിൽ എങ്ങനെ കാശുണ്ടാക്കാം, അതിൻ്റെ പ്രസംഗത്തിന്റെ സ്റ്റൈലിലും എനിക്ക് എങ്ങനെ പേരുണ്ടാക്കാം, പ്രതാപം ഉണ്ടാക്കാം. അതുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളേക്കാൾ മനുഷ്യന്റെ ഫോട്ടോകളെല്ലാം അധികമായിട്ട് ഫ്ലെക്സിലൊക്കെ വരുന്നു. നമ്മുടെ ഇപ്പോൾ വിശുദ്ധന്മാരുടെ ഫോട്ടോ വെച്ച് കലണ്ടറായിട്ട് നോക്കുന്നു. പണ്ടങ്ങനൊന്നും ഇല്ലായിരുന്നില്ല. ആരംഭകാലത്ത് പാസ് ആൽവിൻ്റെ ഇത് വയ്ക്കത്തില്ല. ആൽവിൻ നിറയത്തിൽ പോയി വിമാനത്തിൽ പോകുന്നു. ഇപ്പൊ അദ്ദേഹത്തിന് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ കുറെ എന്ത് ചെയ്യും? ദൈവത്തോടുള്ള പ്രത്യാശ പോയിട്ട് പിന്നെ പുണ്യാളന്മാരെ ആരാധിക്കുന്നതായിട്ട് തോമാസ് പുണ്യാള് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ കത്തോലിക്കലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പണ്ട് സഭയിലൊന്നും അനുവദിക്കത്തില്ല. കാരണം ക്രിസ്തു മാത്രം. കമ്മ്യൂണിസ്റ്റുകാരിലൊക്കെ പാർട്ടി അവിടെ വ്യക്തിക്ക് പ്രാധാന്യമില്ല എന്നൊക്കെ ഇപ്പോൾ നമ്മൾ കാണില്ലേ. വ്യക്തികൾക്ക് പ്രാധാന്യമില്ല. അപ്പൊ ഇതാണ് ക്രിസ്തീയ പാരമ്പര്യം. ക്രിസ്തു അല്ലാതെ മറ്റൊന്നും അവിടെ ഉയർത്തപ്പെട്ടാൽ ആ സ്ഥാനത്തേക്ക് ഞാൻ വന്നാൽ, നിങ്ങൾ വന്നാൽ അത് അപകടമാണ്. ഇന്ന് പലയിടത്തും പല സംഘടനയിലും സഭയിലും പലപ്പോഴും വ്യക്തികൾ പ്രാധാന്യം കൊടുത്ത് വരാൻ തുടങ്ങിയതുകൊണ്ട് ദൈവം സത്യമായി. അങ്ങനെ വരുമ്പോൾ വ്യക്തിപരമായിട്ട് നമുക്ക് പരീക്ഷ ഉണ്ടാകും. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ചിലർ നമുക്കെതിരായിട്ട് എഴുന്നേൽപ്പിക്കും, ചിലപ്പോൾ നമ്മുടെ സഭയിൽ നമുക്കെതിരായിട്ട് ചിലർ എഴുന്നേൽപ്പിക്കും, വിശ്വാസ വീട്ടിലും ചിലർ നമുക്കെതിരായിട്ട് എഴുന്നേൽപ്പിക്കും. അങ്ങോട്ട് അതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ പ്രാദേശികമായിട്ട് ഉണ്ടാക്കിയെടുത്ത ആ സ്വാദം, ആ കീടം ഇല്ലാതായി തീരും. എങ്കിൽ മാത്രമേ നാം വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരുന്നത്. അതുകൊണ്ടാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ വായിച്ചല്ലോ, മണവാട്ടിയെ 6 മാസം മൂറിൽ വായിച്ച വാക്യം 6 മാസം മൂർ തൈലവും 6 മാസം സുഗന്ധവർഗ്ഗവും സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള മറ്റു എന്താ അവർക്കൊരു മണമുണ്ട്. എല്ലാ മനുഷ്യർക്കും അവരുടേതായ ഒരു മണമുണ്ട്. ആ മണം വന്ന സ്വഭാവത്തിനുണ്ടായിരിക്കുന്ന വ്യത്യാസമാണ്. അത് നമ്മുടെ അപ്പനും ഇതാ ഞാൻ അകത്യത്തിൽ ഒരുവായി പാപത്തിൽ എൻ്റെ അമ്മേനെ ഞാൻ കത്തോലിക്കനായിട്ട് വളർന്നാൽ, യാഗോക്കാരനായിട്ട് വളർന്നാൽ, ഹിന്ദുവായിട്ട് വളർന്നാൽ, മുസ്ലിമായിട്ട് വളർന്നാൽ അവിടെ കിട്ടിയ പ്രാദേശികമായ ആ വൈരാഗ്യ കൾച്ചറുകൾ നമ്മുടെ അകത്ത് വരികയാണ്. പിന്നീട് ജാതി സംവരണം, അതും ഇതുമെല്ലാം, ചില സുപ്പീരിയറിറ്റി, ചിലർക്ക് ഇൻഫീരിയറിറ്റി, ഇതെല്ലാം കൂടെ നടക്കുകയാണ്. നമ്മൾ അറിയാതെ തന്നെ ജനറേറ്റീവിൽ തന്നെ ഇതെല്ലാം നമ്മുടെ അകത്ത് വരികയാണ്. അങ്ങനെ വളർന്നു വരുന്ന നമ്മെ ദൈവത്തിന് വിശുദ്ധരായി തീർക്കണമെങ്കിൽ അത് നമ്മൾ അഭിഷേകം ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നാം കഴുകപ്പെട്ടവരായും പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരുമായ പ്രക്രിയയാണ് ആരംഭം നടക്കുന്നത്. 1 യോഹന്നാൻ 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. റോമാലേഖനം 15-ാം വാക്യം വായിച്ചു, പ്രത്യാശകൾ ഭംഗം വരുന്നില്ല. സോറി, വായിച്ചു 15-15, റോമർ 15-15. ജാതികൾ എന്ന വഴിപാട്. അതിന്റെ അർത്ഥം എന്താ? ജാതികൾ എന്ന് പറഞ്ഞാൽ അവിടെ വേറെ വിഭാഗക്കാരല്ല, ജാതീയമായ സ്വഭാവം. ഇതെന്തോ ഒരു ജാതി എന്ന് പറയുന്നത്. ഒരേ വീട്ടിലെ അപ്പനും അമ്മയും മക്കളും കൂടെ പോകുമ്പോൾ വീട്ടിലെന്തെങ്കിലും അനാവശ്യം പറയുകയോ മുസ്ലിം കാണിക്കുമ്പോഴോ ആ വീട്ടിലുള്ള മുതിർന്നവരും ഇവരെന്തോ ജാതിയാണ് എന്ന് പറഞ്ഞാൽ അവൻ അന്യജാതി എന്നുള്ളതല്ല, അവന്റെ സ്വഭാവത്തെയാണ് ആ ജാതി എന്ന് പറയുന്നത്. അല്ലാതെ ഉയർന്ന ജാതി സ്വഭാവത്തിലാണ് ഇതിന് വ്യത്യാസം കാണിക്കുക. കറുപ്പിലോ വെളുപ്പിലോ അല്ല. ഇവരുള്ളവരാരും കളർ കണ്ട് ജാതി നോക്കാറില്ല. കളർ കണ്ട് ഒരിക്കലും ജാതിയല്ല. നമ്മളൊരിക്കൽ ജയ്ബോയ് പാസ്റ്ററിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളിയുടെ ചേട്ടൻ, പുള്ളിയുടെ അപ്പനും ഒക്കെ നല്ല വെളുത്തതാണ്. പുള്ളിയുടെ മൂത്ത ചേട്ടൻ നല്ല കറുപ്പാണ്, ശരിയായ കറുത്തത്. അപ്പോൾ ഒരു ക്രിസ്തീയ പാരമ്പര്യ കുടുംബത്തിൽ തന്നെ ഉള്ളൊരു പെന്തിക്കോസ് വീട്ടിലെ കല്യാണത്തിന് ഈ ചേട്ടൻ ചെന്നപ്പോഴേ, അപ്പൊ ചേട്ടനെ പറ്റിയ ഉദ്യോഗസ്ഥനാണ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, നല്ല പാരമ്പര്യമാണ്, കുടുംബമാണെന്നൊക്കെ പറഞ്ഞ് ഈ പെണ്ണിനോട് പറഞ്ഞ് പെണ്ണ് വലിയ സന്തോഷം നിൽക്കുകയാണ്. അവളാണ് നല്ല പ്രതാപനെ പോലെ വെളുത്തിട്ടുണ്ട്. കല്യാണത്തിന് പെണ്ണ് കാണാൻ ചെന്നത് ഈ മനുഷ്യൻ അവിടെ ചെന്നിരുന്നു. അപ്പൊ അതുപോലെ വേറൊരാളുണ്ട്, ഇപ്പൊ ഇതിലേതാന്ന് അറിയത്തില്ല. അപ്പോൾ കാപ്പിയായിട്ട് ട്രേ വരുമ്പോൾ അമ്മ പറഞ്ഞു, ഇതേതാ തന്നെ ചെറുക്കൻ. ആ സഹോദരി ആ ട്രേ കൊടുത്ത് ഒറ്റ ഏറ്, ഈ കറുപ്പനെയാണോ, ഈ കറുത്തവനെയാണോ, വേറെ ഭാഷയോട് ഉപയോഗിച്ചു കേട്ടോ, വേറൊരു ഭാഷ ഇവരെയാണോ എനിക്ക് കണ്ടുപിടിച്ച് പുള്ളിക്കാരത്തെ ട്രേ വലിച്ചെടുത്തു. കാഴ്ചയിൽ വിധി, കാഴ്ചയിൽ വിധി. അതേ 1ാം ക്ലാസ് 10ാം കുടുംബത്തിൽ തന്നെ ജനിച്ചു വളർന്നതാണ്.
എന്താ സംഭവിച്ചത്? കറുപ്പ് കണ്ടപ്പോൾ വേറെ അത് പഠിച്ചത്, അതാണ് ആ പാരമ്പര്യത്തിൽ പഠിച്ചതായ ആ ജാതി സ്പിരിറ്റ് അല്ലെങ്കിൽ ആ ഒരു അണു കൾച്ചർ. അതാണ് ഈ മണം എന്ന് പറയുന്നത്, മോവാബിന്റെ മണം. ട്രേ വലിച്ചെറിഞ്ഞിട്ട് പോയി. അപ്പൊ എല്ലാവരും കൂടെ കൂട്ടം ചെയ്യാനാണ്. ഇവരുടെ പെണ്ണിന്റെ വീട്ടുകാരും ചെറുക്കൻ്റെ വീട്ടുകാരും കൂടെ ചെയ്യാൻ ആർക്കും അബദ്ധം പറ്റിയത്. അവരുടെ കാഴ്ചപ്പാട് തെറ്റിപ്പോയി. ആ കല്യാണം നടന്നു. ഇപ്പൊ അവർക്ക് മക്കളുണ്ട്. അതിനുശേഷം നോക്കാം, അവര് പിടിക്കാൻ മരിച്ചു പോയി, ചേട്ടൻ മരിച്ചു പോയി. അപ്പൊ ഇങ്ങനെയാണ് മനുഷ്യന്റെ ഊര്, അല്ലെങ്കിൽ ഊരെന്നല്ല, എന്റെ എന്തോ ഒരു പേരുണ്ട്, ആ പണം. അപ്പൊ അത് മാറ്റുന്നതിന് വേണ്ടിയാണ് ദൈവം തന്റെ സഭയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. അതിന് യേശുവിന്റെ രക്തത്താൽ, അതാണ് രക്ഷിപ്പിന്റെ പടി എന്ന് പറയുന്നത്. യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടണം, പിന്നെ കഴുകപ്പെടണം. ജാതികളുടെ വഴിപാട്. ജാതികൾ കേൾക്കുമ്പോൾ ഏതോ കുറഞ്ഞ ജാതികളല്ല എൻ്റെ അർത്ഥം. ബൈബിൾ ജാതികൾ എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ തെറ്റി ജീവിക്കുന്നവരെയാണ് ജാതി, നിയമങ്ങൾ തെറ്റുന്നത്. അപ്പൊ ഈ കോവിഡ് കാലത്തിൽ മാസ്ക് ധരിക്കണമെന്ന് ഗവൺമെന്റ് പറഞ്ഞാൽ നീ മാസ്ക് ധരിക്കാതെ നീ ജാതിയാണ്. പെന്തിക്കോസിലെ പാസ്റ്ററാണെങ്കിൽ പോലും നീ ജാതിയാണ്. കാരണം നിയമങ്ങൾ അനുസരിക്കാവുന്ന പിന്നെ വിശ്വാസത്തെ കൈകടത്താൻ ഒരിക്കലും വരുമ്പോൾ നോക്കിയാൽ മതി. അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസ് അത് സൂക്ഷിക്കണം. അത് ആർക്ക് വേണ്ടിയാണ്? എന്തുമാത്രം പരസ്യങ്ങൾ കൊടുത്ത ഗവൺമെന്റ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? അപ്പൊ നമ്മൾ പാലിക്കണം. പിന്നീട് വാഷിംഗ്, ഇതൊക്കെ ബൈബിള് കൊണ്ടേ പറഞ്ഞതല്ലേ. ഏതാ നിന്റെ വാക്കുമ്പോ അല്ലെങ്കിൽ ഇല്ല, മൂടിക്കെട്ടണം, പാത്രങ്ങൾ മൂടിക്കെട്ടണമെന്ന് ബൈബിൾ കൊണ്ടേ പറഞ്ഞത്. നിന്റെ വാ മൂടിക്കെട്ടി കിടക്കണം എന്ന് ബൈബിളിലുണ്ട്. സംഖ്യാപുസ്തകം 19 വായിക്കണ്ട. നിന്റെ വാ മൂടിക്കെട്ടാത്ത സാധനങ്ങളെല്ലാം, പാത്രങ്ങളെല്ലാം അശുദ്ധം. അപ്പൊ ഈ മാസ്ക് ഒരിക്കലും നല്ലതാണ്. 2, ഈ മേക്കപ്പ് എല്ലാം ഇല്ലാതായി. മാസ്ക് ഇട്ടുകൂടി മേക്കപ്പിന് പ്രാധാന്യമില്ല. ബ്യൂട്ടി പാർലറിൽ അടച്ചു. എന്താ കാരണം? എവിടിട്ട് മേക്കപ്പ് ചെയ്യാനാണ്? മാസ്ക് മൂടിക്കഴിഞ്ഞാൽ പിന്നെ ആരൊക്കെ കാണാനാ? മനസ്സിലാവും. പണ്ട് മുസ്ലിങ്ങൾ ഈ പർദ്ദ ധരിക്കാനായിട്ട് പ്രോത്സാഹിപ്പിച്ചതിന്റെ കാരണം ഈ സ്ത്രീകൾ അലങ്കരിച്ച് കിടക്കുന്നത് തടയാനും അവരുടെ വ്യക്തിത്വം വെളിപ്പെടുത്താത്തതായിരിക്കാൻ വേണ്ടിയാണെന്ന് അവർ മുസ്ലിം പ്രാപ്യമാണ്. അപ്പൊ ഇപ്പോൾ ഇത് നല്ലതാണ്. കാരണം ആരാണ്? രണ്ടാമത് ഈ ചമ്മല്. നിയമസഭയിൽ പോലും ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മറ്റു മന്ത്രിമാർക്ക് ചമ്മല് വന്നാലും അറിയുന്നില്ല. അതിങ്ങനെ ഒരു ഗുണമുണ്ട്, ഇല്ലയോ? അപ്പോ പല ഗുണങ്ങളാണ് മാസ്ക്. അതുകൊണ്ട് മാസ്ക് നീണാൾ വാഴട്ടെ ഒരുപാട് നല്ലതാണ്. പിന്നെ എന്നെ പോലെയുള്ളതായ അവശ ക്രിസ്ത്യാനികൾക്കും നല്ലതാണ്. കാരണം ശരീരത്തിൽ ബലഹീനരായതുകൊണ്ട് ഈ തണുപ്പ് ശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പണ്ട് കാലത്ത് തണുപ്പില്ലിപ്പോൾ വളരെ ചുമ. അതുകൊണ്ട് ഈ മാസ്ക് പണ്ടേ ഞാൻ ആഗ്രഹിക്കും. ഞാൻ പണ്ട് ചുറ്റിക്കൊണ്ട് പോകാനും. അപ്പൊ അവർക്ക് ഏറ്റവും നല്ലതാണ്. ഞങ്ങളെപ്പോലുള്ള ബലഹീനവരായ മനുഷ്യർക്ക് ഇത് ഏറ്റവും നല്ലതാണ്. അപ്പൊ അങ്ങനെ നല്ല കാര്യങ്ങളെ പിൻപറ്റാതെ പോകുന്നെങ്കിൽ അത് ജാതിയുടെ സ്വഭാവം. അങ്ങനെ പറയാം. അപ്പൊ ജാതി എന്ന് പറഞ്ഞാൽ അവരുടെ ഇതിൽക്കില്ല, കാസ്റ്റിലല്ല, പിന്നെയോ പ്രമാണത്തെ തെറ്റി നടക്കുന്നവരൊക്കെ ജാതി. അതിലൊന്നാണ് ഈ പറഞ്ഞത്. ജാതികളുടെ വഴിപാട്, എങ്കിലും ജാതികളുടെ വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മളൊക്കെ ഈ ബൈബിൾ നേരത്തെ നമ്മൾ വായിച്ച ഭാഗമാണ്. അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. ഈ വലിയ അമേരിക്കൻ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രക്ഷിക്കപ്പെട്ട് നമ്മുടെ സുവിശേഷകരെ രക്ഷിക്കപ്പെട്ടുകൊണ്ട് സുവിശേഷകർക്ക് വന്ന് ഞങ്ങൾ വേലക്കാരിലാണ് മദ്രാസിൽ ട്രെയിനിങ് സമയത്ത് ഈ പുള്ളിക്കാരൻ ഒരു അന്യഭാഷ പറയും. എല്ലാവരും തിരിച്ചു പോകും. അതുപോലെ പ്രാകൃതമായ ഒരു സ്റ്റൈലാണ്. മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറയത്തില്ലേ, നിങ്ങളുടെ എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങളുടെ ഡ്രസ്സും ഇരിപ്പും പ്രാർത്ഥനയും. പക്ഷെ ഇടയ്ക്കുണ്ടാകുന്ന ഒരുമാതിരി ഇതുണ്ടല്ലോ, ഏതാ തിത്തിരിപ്പുണ്ടല്ലോ, ഇത് കേൾക്കുമ്പോഴാണ് ഞാൻ പ്രയാസം. വാസ്തവത്തിൽ ഇതെന്താ കാരണം അറിയാമോ? നമ്മളിലുള്ള പ്രാകൃത സ്വഭാവത്തിലേക്ക് പരിശുദ്ധാത്മാ വരുമ്പോൾ രണ്ടും കൂടെ കൊടുക്കുന്ന ഒരു വൈബ്രേഷനാണ് നമ്മുടെ ഈ ചലനങ്ങളും പിന്നെ ഈ തിത്തിരി വെക്കുന്നതൊക്കെ അതിൻ്റെയാണ്. പക്ഷെ മച്ചുറിറ്റി പ്രാപിക്കുമ്പോൾ തിത്തിരി എല്ലാം പോകും. പിന്നെ ഒറിജിനൽ അന്യഭാഷ വേണമെങ്കിൽ സംസാരിക്കാൻ വേണമെങ്കിൽ വേണ്ട. അപ്പൊ ഇതായിട്ട് വലിയ ഗിഫ്റ്റായിട്ടല്ല, നമ്മുടെ ഷേപ്പ് മാറ്റുന്ന, അതായത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, കണ്ടില്ലേ? ഒരു മനുഷ്യൻ ചുമ്മാ നിൽക്കുന്ന ഷോക്ക് അടിക്കുമ്പോൾ ചെയ്യും. ഒരു മനുഷ്യൻ ചുമ്മാ നിൽക്കുക, അവനെ ഷോക്ക് അടിക്കുമ്പോൾ കാണില്ല അവന്റെ മുഖഭാവവും, ഇല്ലയോ? മുഖഭാവങ്ങളെല്ലാം അത് ചിലപ്പോൾ ഷേവ് ചെയ്യുമ്പോഴുണ്ട്, ഇല്ലയോ? ഒരിക്കൽ എന്നോട് പറഞ്ഞു, അവൻ ഷേവ് ചെയ്യുമ്പോൾ ഒന്ന് ക്യാമറ എടുത്ത് നല്ലതാണ്. കാരണം ഒരുപാട് ആക്ഷൻസ് ആണ് ഈ ഷേവ് ചെയ്യുന്ന സമയത്ത് മനുഷ്യൻ കാണിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റിയുടെ ശക്തി വ്യാപരിക്കുമ്പോൾ നമ്മൾ കാണുന്നില്ലേ മനുഷ്യന്റെ സ്വഭാവം
ഷേപ്പ് മാറുന്നത്. അപ്പൊ പരിശുദ്ധാത്മ ശക്തി വരുമ്പോൾ ഇത് താങ്ങാൻ വയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ഈ വൈബ്രേഷൻ ഒരുപാടുണ്ടാകുന്നത്. ആരംഭകാലത്ത് ഈ വൈബ്രേഷൻ ചാട്ടം എന്നുള്ളതുണ്ടാകുന്ന ഈ ശക്തി ഇതിനകത്ത് ഏറ്റുകൊള്ളാൻ ഒക്കുന്നത്. കാരണം ഇതിനകത്ത് ജാതികളുടെ സ്വഭാവങ്ങൾ പലതുമുണ്ട്. അപ്പൊ ഇത് തമ്മിലുള്ള ഫൈറ്റിങ്സിലാണ് നമ്മൾ ഒരുപാട് തുള്ളലും ചാട്ടലും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ചാടികൾ തെറ്റുന്നില്ല. എന്നാൽ കാലക്രമേണ നമ്മളിലുള്ള പഴയ ജാതികളുടെ സ്വഭാവം മാറി 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 വിശുദ്ധാത്മാവിനെ വിശുദ്ധീകരിച്ച് വരുമ്പോൾ വലിയ ചാട്ടവും ചാടുന്നില്ല. എന്നാലും സന്തോഷം വരുമ്പോൾ ചാടും കുഴപ്പമൊന്നുമില്ല, എക്സസൈസ് ഉണ്ടാകും. പിന്നെ അന്യഭാഷ. പൗലോസ് പറയുന്നത് ഞാൻ എല്ലാവരേക്കാൾ അധികമായി അന്യഭാഷ പറയുന്നു. വേണമെങ്കിൽ പറയാം, എന്റെ ദൈവത്തോട് സംസാരിക്കുമ്പോൾ എനിക്ക് അന്യഭാഷ പറയാം. പബ്ലിക് വരുമ്പോൾ ഞാൻ അധികം പറയുന്നില്ല, കാരണം മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ ചിലപ്പോൾ ചില അന്യഭാഷകൾ എറണാകുളത്ത് വെച്ച് ഒരു സുവിശേഷ വേലക്കാരനെ ചില തീവ്രവാദികൾ, സുവിശേഷ വിരോധികൾ അദ്ദേഹത്തെ കൊല്ലാൻ പിടിച്ചു, വെള്ളത്തിൽ കൊണ്ട് മുക്കാൻ. നമ്മുടെ മാസിക പറഞ്ഞൊരു കാര്യം, മുക്കി കൊല്ലാൻ പിടിച്ചപ്പോൾ പുള്ളി അവിടെ നിന്ന് അന്യഭാഷ അറബിയില്ല. അപ്പൊ ഈ വന്ന തീവ്രവാദികളിൽ 1-2 പേർക്ക് അറബി അറിയാം. അദ്ദേഹം ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പറഞ്ഞപ്പോൾ ഇവര് ഞെട്ടിപ്പോയി. ഇവര് ഭക്തരല്ലേ, അങ്ങനെ ആ മനുഷ്യരുടെ വിട്ടു സംഭവമാണ്. പാഷ ഡോൺ പാപ്പാന്യൂഗിനിയായി 142 പേരെ തിന്ന 142 പേരോളം തിന്ന ഒരു കാനിബോൾ, ഒരു നരഭോജി ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ട് പാഷ ഡോണാണ് സ്ഥാനപ്പെടുത്തിയത്. പാപ്പാന്യൂഗിനിയിൽ കിടക്കുന്ന ഒരു മനുഷ്യന് കേരളത്തിലെ മലയാള ഭാഷ അറിയാമില്ലല്ലോ. ആ കാനിബോൾ ആയിരിക്കുന്ന ഈ അല്ലെങ്കിൽ നരഭോജിയായ മനുഷ്യൻ പാഷ ഡോൺ തന്നെ അദ്ദേഹത്തെ സ്നാനപ്പെടുത്താൻ വെള്ളത്തിലോട്ട് ഇറങ്ങിയപ്പോൾ ഇത് ആവശ്യം ഇത് സ്നാനപ്പെട്ട് കയറി അവിടെ നല്ല മലയാളത്തിൽ അന്യഭാഷ പറഞ്ഞ് പ്രവചിക്കുന്നു. അടുത്ത് നിന്ന നമ്മുടെ മൈക്കിളിന്റെ സഹോദരൻ പേര് ഞാൻ പറഞ്ഞു, ആ വേലക്കാരനത് ടേപ്പ് പിടിച്ചതാണ്. അന്യഭാഷ ടേപ്പ് പിടിച്ചു. പിന്നെ പലരും കേട്ടത്. അപ്പോൾ ഇങ്ങനെ അന്യഭാഷകളുണ്ട് ചില ഗുണങ്ങളുണ്ട്. അന്യഭാഷ സംസാരിക്കുന്ന മനുഷ്യരോടല്ല, ദൈവത്തോട് തന്നെ സംസാരിക്കുന്നത്. അപ്പം പിന്നെയും ചില അന്യഭാഷ ഗുണമുണ്ട്. ഞാനിരിക്കലെ ഗോവയിൽ നിന്ന് ഞാൻ ഷിബു കൂടെ കോഴിക്കോട് ഇപ്പോൾ വേല ചെയ്യുന്ന ഷിബു എന്ന് പറയുന്ന ബിൽഡർ, ഞങ്ങൾ അന്നത്തെ ആ ശാരീരികമായ അവസ്ഥയിലെ നടത്തിപ്പാറ് മൗനാകത്തോട് ഞങ്ങൾ പ്ലെയിനിലാണ്. ഗോവയിൽ നിന്ന് ബാംഗ്ലൂരിലെ പ്ലെയിനിൽ കയറുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു തെരഞ്ഞെടുപ്പുണ്ട്. എൻ്റെ സീറ്റിൽ ഒരാളുണ്ട്. അപ്പൊ എയർ ഹോസ്റ്റർ വന്ന് ഞങ്ങൾക്കൊരു സ്നാക്സ്, ആ സ്നാക്സ് വന്നപ്പോൾ ഞാൻ കൂപ്ലേ ഷിബു എന്ന് പറഞ്ഞു. കൂപ്ലേ ഷിബു എന്താ അതിൻ്റെ അർത്ഥം നിങ്ങളോട് നിങ്ങൾക്കറിയാം? അപ്പൊ നിങ്ങൾക്ക് തന്നെ ഭാഷയാണ്. അപ്പൊ കൂപ്ലേ ഷിബു എന്ന് പറഞ്ഞപ്പോൾ ആ എയർ ഹോസ്റ്റർ മനസ്സിലായി അവിടെ ആസാമിക്കാരിയാണ്. ആസാംകാരിയാണ് അവൾക്ക് മനസ്സിലായി. അവളുടെ വെൽക്കം, താങ്ക് യു. ഉടനെ എൻ്റെ അടുത്തിരുന്ന ഒരു ഷില്ലോങ്കാരൻ, മേഘാലയക്കാരൻ, ആർ യു ബിലോങ് ടു ഷില്ലോങ്? No, I'm Kerala. How can you speak? ഈ ഷില്ലോങ്ങിലെ ഭാഷ നിങ്ങൾക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിയും? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ചു. ഷില്ലോങ് വന്നപ്പോൾ പഠിച്ചു. ഒരുപാടൊന്നും പഠിച്ചില്ല, 2 വാക്കേ പഠിച്ചിട്ടുള്ളത്. ഒന്ന് പോപ്പുലേഷൻ കൂടും, പിന്നൊന്ന് വേർന്നു. 2 ഭാഷ 2. അപ്പൊ ഒരു വേർഡ് ഉപയോഗിച്ചപ്പോൾ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ താങ്ക്സ് എന്നാണ്, വെരി താങ്ക്സ്, വളരെ നന്ദി എന്നാണ്. അപ്പൊ എയർ ഹോസ്റ്റർ മനസ്സിലായി ഞാൻ ഈ മനുഷ്യൻ ഷില്ലോങ്കാരനായതുകൊണ്ട് അയാൾക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഗോവയിൽ നിന്ന് പ്ലെയിൻ വന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ സംസാരിക്കാൻ തുടങ്ങി. ബാംഗ്ലൂർ വന്നപ്പോൾ അവസാനിച്ചു. 3.5 മണിക്കൂർ, ഏകദേശം 3.5 മണിക്കൂർ പ്ലെയിൻ യാത്ര നിമിഷങ്ങളിലൂടെ കടന്നു പോയി. എൻ്റെ അനുഭവങ്ങളെല്ലാം എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി. അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ട്. തൻ്റെ ഫോൺ നമ്പറൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു. കുറേ നാളിങ്ങനെ വല്ലപ്പോഴും. അപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞിങ്ങനെ വേർപെട്ട മീറ്റിങ്ങിനൊക്കെ പോകണം. അങ്ങനെ അദ്ദേഹം യേശുവിനെ സ്വീകരിച്ച് വളരെ സന്തോഷവാനായി പ്ലെയിനിൽ നിന്ന് ഇറങ്ങി പോകാൻ സാധിച്ചു. ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അന്യഭാഷ തെറ്റൊന്നുമല്ല. പക്ഷെ നമ്മൾ മച്യൂരിറ്റി പ്രാപിച്ചു വരുമ്പോൾ പിന്നെ നമ്മുടെ വൈബ്രേഷൻ കുറയും. പിന്നെ നമ്മൾ ആ പക്വതയിലേക്ക് വരികയാണ്. അതുവരെയും ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി നമ്മളെ ഒതുക്കി 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 നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ, നമ്മുടെ മാനുഷിക തന്മകൾ
അതാണ് ഈ പകരപ്പെടുന്നതിൻ്റെ ഗുണം. നമ്മുടെ സ്വഭാവങ്ങളെ മാറ്റി പകരുന്നതാണ് ഈ അനോയിറ്റിംഗ് ഓയിൽ. അതുകൊണ്ടാണ് മണവാട്ടിയെ 6-12 മാസത്തേക്ക് ഈ ഓയിലിട്ട് തേക്കുകയാണ്. അത് ആദ്യം മൂറിൻ തൈലവും വായിച്ചു 6 മാസം മൂർ തൈലവും 6 മാസം സുഗന്ധവർഗ്ഗവും 6 മാസം സുഗന്ധവർഗ്ഗവും. നമ്മുടെ 6 മാസം സുഗന്ധവർഗ്ഗവും. മൂറിൻ തൈലം എന്ന് വെച്ചാൽ കഷ്ടമാണ്. അതെന്ത് ചെയ്യും? ഇത് തേച്ച് കഴിയുമ്പോൾ ചില കുണ്ടല പോലത്തെ ചെറിയ അനുഭവങ്ങളും നമ്മുടെ ചില ഇറിറ്റേഷനും അസ്വസ്ഥതകളെല്ലാം ഉണ്ടാകും. അതിന് പരിഹാരങ്ങൾ വെച്ചിട്ടുണ്ട്. ഹേഗായി എന്ന് പറയുന്ന ഷണ്ണന്റെ ഉത്തരവാദിത്വം. നമ്മളെ അതുകൊണ്ടാണ് ഈ മിഷനിലേക്ക് വരുമ്പോൾ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ട ശുശ്രൂഷകർക്ക് കരുണയില്ലെന്നൊക്കെ ചിലപ്പോൾ തോന്നാം. നമ്മളെ പൂർണ്ണരാക്കി തീർക്കാൻ ഒരു കരുണ കാണിച്ചാൽ ഒക്കുള്ളൂ? ഒരിക്കലുമില്ല. കരുണ കാണിച്ചാൽ പൂർണ്ണരാകില്ല. അപ്പോൾ കരുണയുടെ ആത്മാവുണ്ടായിരുന്ന അവരുടെ ഉദ്ദേശം അഹശ്വേരോശ് രാജാവിന്റെ മുൻപിൽ ഒരു മണവാട്ടിയെ കൊണ്ട് എത്തിക്കാൻ ഇതിനെ തേച്ച് 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 ഈ മണവെള്ളം കളയണം. അത് തുടങ്ങാണ്. ആദ്യത്തെ 1 വർഷത്തെ ട്രെയിനിങ്, രണ്ടാമത്തെ 1 വർഷം കൂടെ. അപ്പോൾ ഈ തൈലം, ഈ മൂറിൻ തൈലം കൊണ്ട് തേച്ച് ഇവിടെ അസ്വസ്ഥരാക്കി അതേസമയം ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം. അടുത്ത 6 മാസം സുഗന്ധം. ആ സുഗന്ധ ദ്രവ്യങ്ങളുണ്ട്. സുഗന്ധ ദ്രവ്യങ്ങൾ നമുക്കറിയാമല്ലോ, ഭയങ്കര വിലപിടിപ്പെട്ട സുഗന്ധദ്രവ്യമുണ്ട്. യേശുവിന്റെ കാൽക്കൽ കൊണ്ടിട്ടത് 300 വെള്ളിക്കാശിന്റെ അല്ലേ? 300 വെള്ളിക്കാശിന്റെ 1 വർഷത്തെ വേതനമാണ്. 1 വർഷത്തെ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു ആളുടെ വേതനമാണ് 300 വെള്ളിക്കാശ്. അത് പൊട്ടിച്ചപ്പോൾ എന്തുണ്ടായി? സൗരഭ്യം പകർന്നത്. സൗരഭ്യം എവിടെല്ലാം പകർന്നു. ഇത് നല്ല പെർഫ്യൂം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാം. പരിസരത്ത് ഭയങ്കര സ്മെല്ലുണ്ടാകും. ഇതുപോലെ നമ്മളെ ഈ തൈലത്തിന്റെ വാസനയുള്ളവരാക്കി നമ്മൾ തീർക്കുകയാണ്. 4 വായിക്കുമ്പോൾ യേശുവിനെ പറ്റി പറയുന്നത് പകർന്ന തൈലം പോൽ നിന്നാണ്. വായിച്ച് 2-ാം അധ്യായത്തിലെ 2-ാം അധ്യായം 1-ന്റെ 3-ാം വാക്യം. നിന്റെ തൈലം സൗരഭ്യമായത്, നിന്റെ തൈലം സൗരഭ്യമായത്, നിന്റെ നാമം പകർന്ന തൈലം പോലെ. അപ്പൊ യേശു ഈ ലോകത്തിൽ നിന്ന് താൻ അനുഭവിച്ച കഷ്ടങ്ങളിൽ തന്നെ കഷ്ടപ്പെടുത്തുന്തോറും, തന്നെ ഉടയ്ക്കുന്തോറും തന്റെ സുഗന്ധം വിളി വരും. അപ്പൊ സുഗന്ധ പാത്രത്തിൽ ഇരുന്നാൽ ആകത്തില്ല, അത് പകരപ്പെടണം. അത് ഊറ്റുന്ന സമയമാണ്. ഊറ്റുണ്ട തൈലം പോലെ എന്ന് പറയുന്നില്ല. അപ്പൊ ആ ഊറ്റുണ്ട തൈലം പോലെ നമ്മൾ ആയിത്തീരണമെങ്കിൽ നമ്മൾ ഒരുപാട് സഫർ ചെയ്യണം. തൈലം ഉണ്ടാക്കി തന്നെ തൈലക്കാരുടെ വിധിപ്രകാരം അതെല്ലാം വലിയ ചടങ്ങാണ്. അത്രയും പ്രതിഷ്ഠകൾ ഉണ്ടാക്കിയെങ്കിലേ അത് ശരിയായ സൗരഭ്യം കിട്ടും. ബേക്കറിക്കാർ ചിലപ്പോൾ ബേക്കറി കൊണ്ട് സാധനം ഉണ്ടാക്കുന്നില്ല. ടീ മേക്കർ, ഈ ടീ മേക്കർക്ക് എന്താ ശമ്പളം കൊണ്ട് കൊടുക്കുന്നത്? അയാളുടെ ആ ബുദ്ധിയിലാണ് തേയിലയുടെ രുചി ഉണ്ടാക്കുന്നത്. അതിൻ്റെ ആ കറക്റ്റ് വാപ്പ് ചെയ്യുന്നതും എടുക്കുന്നതും എല്ലാം കൃത്യമായിരുന്നു. അപ്പൊ ഇതുപോലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ സഭ എങ്ങനെ പണിയണമെന്ന് അവർക്കിരിക്കുന്ന ആ വെളിപ്പാട്, അതാണ് ഇതിന്റെ പ്രാർത്ഥന. അപ്പോൾ ആ സഫറിങ്സ് കൂടിയാണ്. അങ്ങനെയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്ക് വന്നപ്പോൾ പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് മികഞ്ഞവനായി. ഇത് തന്നെയാണ് മണവാട്ടി. അപ്പൊ അതിനാണ് ഈ പറഞ്ഞ കഷ്ടങ്ങളിൽ കൂടെ നമ്മൾ നടത്തുന്നത്. അതിട്ട് തേച്ച് 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 നമ്മുടെ സ്വഭാവങ്ങളെ മാറ്റും. അതിനാണ് കൂട്ടായ്മ. അതിനുശേഷം അല്ലെങ്കിൽ കൂട്ടായ്മ അല്ലെങ്കിൽ ദൈവം നടത്തുന്ന വഴികൾ പിന്നീട് സുഗന്ധവാസന ഉണ്ടാക്കുന്നത്. അങ്ങനെ നാം അവിടെ രക്ഷിക്കപ്പെടുന്നതിനിടയിലും വായിച്ച് 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിലെ 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്നതിനിടയിലും നശിച്ചു പോകുന്നതിനിടയിലും നാം ക്രിസ്തുവിന് സൗരഭ്യമുള്ളവരായി തീരും. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയുള്ളവരായി തീരുകയാണ്. അവിടെ പഠിക്കുന്നത് ക്രിസ്തുവിന് നിർഗന്ധമായ സുഗന്ധം. ആ സുഗന്ധവാസന കർത്താവായ യേശുവിനെ കുറിച്ച് വായിക്കുമ്പോഴും അവനെ ഉഗന്ധ കർത്തൃക്ക് ഭയപ്പെടുന്നത് ഉഗന്ധവാസന. എവിടെ എഴുതിയിരിക്കുന്നത്? യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൽ യേശുവിനെ കുറിച്ച് വായിക്കുമ്പോൾ 7 നിലവിളക്കുള്ളവൻ, 7 സ്പിരിറ്റ് ഉള്ളവൻ, പരിശോധനയിലൂടെ തികഞ്ഞു വന്നവനായതുകൊണ്ട് അവൻ ദൈവത്തെ ഭയപ്പെടുന്നു. പിതാവേ എന്ന് പറഞ്ഞ് എപ്പോഴും ബഹുമാനിച്ച് ഭയപ്പെടുന്ന ആ ഭയത്തിൽ നിന്ന്
തന്റെ ഉഗന്ധ വാസന. തമിഴ് പഠിക്കുക. കർത്തർക്ക് ഭയപ്പെടുന്നതേ അവർക്ക് ഉഗന്ധ വാസന. അങ്ങനെ നാം ദൈവത്തിന് വാസന ഉള്ളവരാക്കി തീരും. എന്ത് വാസന? പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുന്നവരായി. ആ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലോകത്തിലേക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രിയന്റെ ആ സൗന്ദര്യത്തിലേക്കായിരിക്കും നമ്മൾ ലക്ഷ്യം. യെശയ്യാ 33 17 വാക്യം വായിക്കുമ്പോൾ നിന്റെ കണ്ണ്, ആ പരിജ്ഞാനത്തെയാണ് കണ്ണെന്ന് പറയുന്നത്. നിന്റെ കണ്ണ് രാജാവിനെ അവന്റെ സൗന്ദര്യത്തോട് ദർശിക്കും. വായിക്കാം. നിന്റെ കണ്ണ് രാജാവിനെ അവന്റെ സൗന്ദര്യത്തോടു കൂടി. അതിനാണ് ഈ പരിശോധന. നമ്മളിങ്ങനെ പരിശോധിച്ച് ക്ലിയർ ചെയ്ത് മാറ്റി പറിച്ചില്ലെങ്കിൽ ശുദ്ധീകരിച്ച് അടിച്ചുടത്തുടത്തുടത്തുടത്ത് യോ പറയുന്നില്ല, അവനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ശരിപ്പെടുത്തുന്നതാണ്. യോബിനെ പോലൊരു നല്ല മനുഷ്യനെ ദൈവം എങ്ങനെ പരിജ്ഞാനത്തിലേക്ക് നടത്തുവാൻ, അറിവുള്ളവനാക്കി നടത്തുവാൻ ഈ അറിവ് നിലനിൽക്കത്തുള്ളൂ. ശാരീരിക സൗന്ദര്യം നമ്മൾ കാണുന്നില്ല. ചെറുപ്പത്തിൽ നല്ല സൗന്ദര്യമുള്ള ആളുകളൊക്കെ പിന്നീട് നമ്മൾ കാണുമ്പോൾ പരിതാപകരമായിട്ട് എന്തോരവസ്ഥ, അത്രയുള്ള ശരീരത്തിന് പുറമേ ഉള്ളത്. പക്ഷെ അകത്തെ ബ്യൂട്ടി നിങ്ങൾക്കറിയാമല്ലോ. ഈ പഴയ മുഖ്യമന്ത്രി കരുണാകരന്റെ ഭാര്യ, തകഴി ശിവശങ്കര പിള്ളയുടെ ഭാര്യ, അവരെ കണ്ടാൽ ഇങ്ങനെ കാക്കോച്ചിനെ പോലെ നീളം കുറഞ്ഞ് കറുത്ത് കളറാണ്. പക്ഷേ അവർ രണ്ടുപേരും സാക്ഷി പറയാറുണ്ട്, ഈ എൻ്റെ ഭാര്യയാണ് എന്നെ ഈ സ്ഥാനത്തിൽ. കാരണം തൻ്റെ എന്താണ് തൻ്റെ മോട്ടോ അത് മനസ്സിലാക്കിക്കൊണ്ട് തനിക്ക് എപ്പോൾ കാപ്പി കൊടുക്കണം, എപ്പോൾ തന്നെ ആശ്വസിച്ച് എല്ലാ രീതിയിലും. അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇവരൊക്കെ ഇങ്ങനെ ഈ കാഴ്ചക്കാരെ കാണാൻ കൂട്ടിയില്ലാത്ത ഇവരെയൊക്കെ അന്ന് ചിന്തിച്ചിട്ടുണ്ട്, ഇവരെയൊക്കെ ഇത്രയും പ്രശംസിക്കുന്നത്. അതാണ് ആ ഭർത്താവിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത തകഴി ശിവശങ്കരപ്പിള്ളയുടെ ഭാര്യയാണ് അദ്ദേഹത്തെ അത്രയും വലിയ നോവലിസ്റ്റാക്കി. കരുണാകരനെ കേരളത്തിലെ മറ്റാർക്കും ഭൂമിക്കാൻ വയ്യാത്തൊരു നേതാവാക്കി മാറ്റിയത് അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന് അന്ന് പറഞ്ഞു. ഇതുപോലെ ക്രിസ്തുവിന്റെ നാമം ലോകത്തിലേക്ക് സൗരഭ്യം കൊടുക്കേണ്ടതിന് ചുമതല നമുക്കാണ്. നമ്മുടെ ശാരീരിക ബ്യൂട്ടി അല്ല, അത് നമ്മുടെ സൗന്ദര്യമല്ല, അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിന് പ്രധാനമല്ല, കുടുംബശ്രേഷ്ഠതയല്ല. നാമം മുടക്കപ്പെടുക. നമ്മുടെ പഴയ മനുഷ്യന്റെ സ്വഭാവമെല്ലാം മാറി 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 ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി പഴയത് കഴിഞ്ഞു. ഇതാ സകലവും. അതിനാണ് ഈ കൂട്ടായ്മ. അല്ലാതെ പാട്ടും പാടി സന്തോഷിച്ചു പോകുന്നതല്ല. നമ്മളെ ഉടച്ച് വാർക്കണം. പുത്രനെ തകർക്കുവാൻ പിതാവിന് ഇനി അങ്ങനെ നാം ഏൽപ്പിക്കുന്നില്ലെങ്കിൽ പിന്നീടുള്ള കുഴപ്പമാണെങ്കിൽ 7 വർഷത്തെ അന്ത്യക്രിസ്തുവിന്റെ, അതാ പറഞ്ഞത്, മണവാട്ടി കുഴപ്പമൊന്നുമില്ല. 7 വർഷത്തെ അന്ത്യക്രിസ്തുവിന്റെ ഭരണത്തിൽ മണവാട്ടി കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിന് ആ ദൈവഹിതത്തിന് ഏൽപ്പിക്കാത്ത വിശ്വാസികളുടെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. വിമാനക്കാരല്ല, സ്വർഗത്തിൽ പോകണം. പക്ഷെ പൂർണ്ണമായിട്ടും വിധേയപ്പെടുത്തി കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അടുത്ത 3.5 വർഷത്തേക്ക് ഈ കോഴ്സ് പൂർത്തീകരിക്കാൻ വേണ്ടി 3.5 വർഷത്തേക്ക് അന്ത്യക്രിസ്തുവിനെ അവരെ ഏൽപ്പിക്കും. മണവാട്ടിയല്ല. മണവാട്ടി എന്ന് പറയുന്നത് ഈ പീരീഡിൽ തന്നെ പൂർണ്ണപ്പെട്ട ക്രിസ്തുവിനോട് ഇരിക്കുമ്പോൾ മണവാട്ടിക്കായി വിളിക്കപ്പെട്ട 2ാം സ്ഥാനത്തേക്ക് വരുന്നവർ അവർ പൂർണ്ണമായിട്ടും വിധേയപ്പെടാത്തതുകൊണ്ട് അവരെ അന്ത്യക്രിസ്തുവിന്റെ കേൾക്കുന്നത്. അതുകൊണ്ടാണ് 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എന്റെ ഹൃദയം വായിച്ചു. ഞാൻ ഉറങ്ങുന്നു എങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതിൽക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം. അപ്പോൾ കർത്താവിന്റെ വരവിന്റെ സ്ഥാനങ്ങളിൽ ഒരു മുട്ടിന്റെ ശബ്ദം കേൾക്കാം. എവിടെന്നെങ്കിലും നമുക്കൊരു അനൗൺസ്മെന്റ് കിട്ടും. മണവാട്ടിയായി വിളിക്കപ്പെട്ടവരെ ഉണരുക 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 എന്നൊക്കെ കാണും. യെശയ്യാ 60-ാം അധ്യായം പറയുന്നില്ലയോ, എഴുന്നേറ്റ് പ്രകാശിക്കുക, നീ മരിച്ചവരെ നിന്ന് ഉയർന്നു നിൽക്കുന്ന ക്രിസ്തുവിന്റെ മേൽ പ്രകാശിക്കും. ഈ അനൗൺസ്മെന്റ് കിട്ടിയാൽ അത് അത്ര കാര്യമാക്കാത്ത ഒരു ഉണരിനകത്ത്. പക്ഷെ അവരെപ്പോഴും ഉണരുന്നത് താട്ട് വായിക്കുമ്പോൾ എന്റെ പ്രിയൻ 4-ാം വാക്യം വായിച്ചു, ദ്വാരത്തിൽ കൂടി എന്റെ പ്രിയൻ ദ്വാരത്തിൽ കൂടി കൈനീട്ടി എന്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി. അതിന് സന്തോഷിക്കണ്ടേ? തന്റെ ആത്മനേസർ ഈ പ്രിയതമയെ തേടി വരുന്ന സമയത്തിൽ താക്കോൽ ദ്വാരത്തിൽ കൂടെ അവൻ കൈനീട്ടാമെന്ന് അർത്ഥമുണ്ട്. വേറെ പഴുതൊന്നുമില്ല. ഇവിടെ സമയത്തിന് മുമ്പ് എല്ലാം കൂട്ടിക്കെട്ടി യാത്രയിരിക്കുകയാണ്. കർത്താവിന്റെ ഹിതം ചെയ്യുന്നത് വിട്ടിട്ട് തന്റെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാറി, വസ്ത്രം മാറി, കാര്യം കഴുകി പ്രവൃത്തിയിൽ അവസാനിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. നിർത്തുന്നില്ല, നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം.
മാത്രമേ അഴുക്കില്ലാതിരിക്കൂ. നദി എന്ന് പറയുമ്പോൾ ഓടിക്കൊണ്ടേയിരിക്കും. ആ നദി എപ്പോൾ നിന്ന് പോകുന്നു അപ്പോൾ അവിടെ വീഴുന്നല്ല, അവിടെ കിടന്ന് മലിനമായി തീരും. അപ്പൊ നദി എന്ന് പറയുന്നത് ഒഴുകിക്കൊണ്ടേയിരിക്കണം. അതിന്റെ ഓട്ടം അവസാനിക്കാൻ പാടില്ല. അത് എന്തെങ്കിലും ഒഴുകി നിർത്തിയാൽ വെള്ളം കെട്ടിക്കിടന്നാൽ അവിടെ വീഴുന്നില്ല, അവിടെ കിടന്ന് മലിനമാകും. അതുകൊണ്ടാണ് നമ്മുടെ ആത്മീയ വിശ്വസിക്കുന്ന ഉള്ളത്തിൽ നിന്ന് തിരുവഴുത്ത് പറയുന്ന പോലെ ജീവജലം എന്ന് ഒഴുകും. അത് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടതല്ല. ഒരു പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിർത്തും. ഇതിനകത്ത് വേറെ തന്ത്രമാണ്. ഒരു പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം തൃപ്തിയായി. ഒരു പാസ് ഉദ്യോഗം കിട്ടിയാലും മാത്രം കിട്ടി, സെൻട്രൽ പാസ്സായി. ഇപ്പം ശരി, ആഗ്രഹിച്ചത്ര ചിലർ അത്രേ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവരത്രത്തോളം ആഗ്രഹിച്ച് ഒന്ന് കാണിച്ച് കഴിക്കുമ്പോൾ മതി. ഏതാ ചില കാഴ്ചവെകളാക്കിയിരുന്ന പോലെ, ചിലരെ ചില പോസ്റ്റിലേക്ക് കാഴ്ചവെകളാക്കിയിരുന്ന പോലെ എല്ലാം കാണിച്ചാൽ മതി, ഇത്രയേ ഉള്ളൂ. പക്ഷേ പോസ്റ്റല്ല, പ്രിയനെ സ്നേഹിക്കുന്നവർ അവർക്ക് ഒരിക്കലും മടുപ്പരുത്. അവർ സംഘടനകളെയോ പ്രസ്ഥാനത്തിലുള്ളവരെക്കാൾ അധികം പ്രിയനെ പ്രസാദിപ്പിക്കുകയാണ്. അതാണ് മണവാട്ടിയുടെ ആത്മീയ. പക്ഷെ അത്രത്തോളം എത്താത്ത വേലക്കാർ വിശ്വാസികൾ എന്ത് ചെയ്തു? ഇവിടെ ഇത് അവസാനത്തിൽ ഉപദ്രവകാലം വരുന്നതിനും ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരിരുട്ട് അന്ധകാരം വരുന്നു. യെശയ്യാ പറയുന്നത് അന്ധകാരം ഭൂമിയെയും ഒരിരുട്ട് ജാതികളെയും കൂടുന്ന കാലത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു മുൻപ് സഭ എടുക്കപ്പെടും. കർത്താവിന്റെ സഭ ക്രിസ്തുവിനോടുകൂടി മാറ്റപ്പെടും. അങ്ങനെ ക്രിസ്തുവിനോടുകൂടി ഇരിക്കുന്നവർക്ക് യാതൊരു മനുഷ്യ പ്രയാസമില്ല. അത് അഗ്നിയിൽ കൂടെ പോകേണ്ടി വന്നാൽ അഗ്നി ശോധനകൾ, അഗ്നി അവരെ ദഹിപ്പിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കാലത്തിൽ അവർ ക്രിസ്തുവിനോട് ഇരിക്കുന്നതിനാൽ, ക്രിസ്തുവിനോടുകൂടി മറഞ്ഞിരിക്കുന്നതിനാൽ അവർക്കിതൊന്നും വിഷയമില്ല. പക്ഷെ പൂർണ്ണപ്പെടാത്ത വിശ്വാസികൾ വിലക്കാർ അവരെന്ത് ചെയ്യും? അവസാനത്തെ ചാൻസ് പരിവിന് മുമ്പ് ദൈവം ചില ചാൻസ് കൊടുക്കും. അതിന് തുറന്നു കൊടുക്കുന്നില്ല. കാരണം വയ്യ, എഴുതാക്കാൻ വയ്യ. ദൈവഹിതം ചെയ്യാനായിട്ടുള്ള ശക്തിയില്ല. അന്വേഷണം ചെയ്യാനും തൻ്റെ ഇടം കാണിക്കാനും തർക്കത്തിന് പറയാനും എന്തോ ഒരു ഉത്സാഹം ദൈവഹിതം ചെയ്യാൻ വരുമ്പോൾ ക്ഷണിച്ചു. മനോരമ പേപ്പർ മുഴുവൻ വായിച്ചു തീർക്കും. പക്ഷെ ബൈബിൾ വായിക്കാൻ എനിക്ക് ഒരു വാക്ക് പോലും വായിക്കാൻ പറ്റത്തില്ല. അച്ചായ ഞാൻ ചോദിച്ചു, നീ ഇന്ന് പേപ്പർ വായിച്ചാൽ? ഞാൻ 1 മണിക്കൂർ പേപ്പർ വായിച്ചു, മൊത്തം വായിച്ചു. ബൈബിൾ വായിക്കുന്നു. നിന്റെ അകത്ത് ഇതെല്ലാം വായിച്ച് ലോകസ്നേഹം കഴിയുന്നുണ്ട്. ഇത് വായിക്കുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഇതിലില്ല. രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് വീണ്ടും കർത്താവിലേക്ക് വന്ന് അനുദമിച്ച് പശ്ചാത്തപിച്ച് വീണ്ടും ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ഇതെല്ലാം വീണ്ടും നമ്മുടെ സന്തോഷത്തിലേക്ക് വരും. ഈ മണവാട്ടിയായി വിളിക്കപ്പെട്ടവർക്ക് സാധിക്കുന്നില്ല. ഇവിടെ മണവാട്ടിയായിരുന്നു, വിളിക്കപ്പെട്ടിരുന്നു, പക്ഷെ ദൈവഗതം ചെയ്യുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ ദാവീദും യോനാഥാൻ. ദാവീദിനേക്കാളും സ്വഭാവമുള്ളവരായിരുന്നു യോനാഥാൻ. അവന്റെ അപ്പന്റെ സിംഹാസനം അവന് ലഭിക്കാൻ വേണ്ടി ദാവീദിനെ കൊന്നാ മതി. പക്ഷെ ദാവീദ് ജീവനോട് വെച്ച് പറഞ്ഞു, രണ്ടാമത് നീ വരുമ്പോൾ നിന്റെ 2ാം സ്ഥാനം മതി. എന്താ സംഭവിച്ചത്? ദാവീദ് കാട്ടിൽ പോയി കഷ്ടപ്പെട്ട് പോയപ്പോൾ യോനാഥാൻ ആ വീട്ടിലെ സുഖം വിടാതെ അവന്റെ വീട്ടിലേക്ക് പോയി. ഇതിനെ വേർതിരിക്കുന്ന കാലമായിപ്പോൾ യുവാക്കൾ പെന്തിക്കോസ്തേ കർത്താവിന്റെ കൂടെ ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞാലും അവർ മനസ്സുകൊണ്ട് വാസ്തവത്തിൽ ഇതിനോടുള്ള ബന്ധമില്ല. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ പിരിയേണ്ടതെല്ലാം പിരിഞ്ഞു പോകുന്നത്. പിരിയേണ്ടതെല്ലാം അതുകൊണ്ട് ആളുകളുടെ ശക്തത്വം അല്ല സഭ എന്ന് പറയുന്നത്. ദൈവേഷ്ടം ചെയ്യുന്നതായി അങ്ങനെ ദൈവേഷ്ടം ചെയ്യുന്നവരെ ദൈവം ഈ കാലങ്ങളിൽ തന്നെ ഈ ഊറും തൈലും കൊണ്ട് സുഖത്തിൽ അവരെ ശുദ്ധീകരിച്ച് എന്നാൽ അല്പം കുറവുള്ളവർ അവർക്ക് വേണ്ടി അവസാന ചാൻസ് കൂടെ ദൈവം ദ്വാരത്തിൽ കൂടെ കൈനീട്ടി കാണിച്ചു. അപ്പോഴും പ്രിയനാണെന്നറിയാം, എഴുന്നേൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്താ പറയുന്നത്? ആത്മാവ് ഒരുക്കമുള്ളത് ശരീരം. കാരണം ഈ ശരീരത്തിൽ പാപം പ്രവേശിച്ചു, തന്നിഷ്ടം പ്രവേശിച്ചു. അതായത് ഉപദേശം അറിയാൻ വേണ്ടിയിട്ടല്ല, പാപം പ്രവേശിച്ചു, സ്വന്തം ഹിതം പ്രവേശിച്ചപ്പോൾ പഴയ പോലെ വർക്കൗട്ട് ആകില്ല. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പിലേക്ക് വൈറസ് കയറുന്ന പോലെ എത്ര നോക്കിയിട്ടും സ്പീഡില്ല, ബ്ലോക്ക് ആകുന്നു, സ്റ്റക്ക് ആകുന്നു, എന്താകുന്നു, എന്തോ ഒരു കളി. വൈറസ് കയറി. അതിനെന്ത് ചെയ്യണം? ആന്റിവൈറസ് ഉപയോഗിച്ചതിനെ നീക്കി കളഞ്ഞിട്ട് വേണ്ട സോഫ്റ്റ്വെയർ ആഡ് ചെയ്യണം, ഫ്രഷ് ആക്കണം. അങ്ങനെ ഫ്രഷായി കഴിയുമ്പോൾ വീണ്ടും ചായണം. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ. വേണ്ടാത്ത ലോകസ്നേഹവും ലോകയിമ്പങ്ങളും നമ്മളറിയാതെ കയറി കഴിഞ്ഞാൽ ആ വൈറസ് നമ്മളെ സ്റ്റക്കാ. പിന്നെ പഴയ പോലെ ഉണർവില്ല. പിന്നെ പാട്ട് പാടുമ്പോഴും മരണപ്പോഴും വീട്ടിലെ പാട്ട് പാടുമ്പോൾ പ്രസംഗിക്കുമ്പോഴും വേറെ എന്തോ ഉദ്ദേശമില്ല. ആരാധനയ്ക്ക് വരുന്നത് കടമയ്ക്കായിട്ട്.
പഴയ പോലെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, മനുഷ്യർക്ക് വേണ്ടി ദാനം ചെയ്യാൻ ആ മനസ്സിലാക്കി പോകുന്നു. എന്താ കാരണം? വൈറസ് കയറി. ആ വൈറസ് നീക്കാൻ മതി, കമ്പ്യൂട്ടർ ചെയ്യണമെന്നില്ല. ആ വൈറസ് നീക്കാനുള്ള ആന്റി വൈറസ്, അതാണ് പരിശുദ്ധാത്മ ശക്തി, ദൈവത്തിന്റെ വചനം വീണ്ടും വായിച്ച് ഇതിനെല്ലാം വിളിക്കണം. അപ്പൊ നമ്മുടെ സ്വന്തമാണ്. അതിനൊരു ചാൻസ് കൂടെ ഈ മണവാട്ടിയായി വിളിക്കപ്പെട്ട പെന്തക്കോസ്തുകാർ കൊടുത്തിരിക്കുക ദൈവം. പക്ഷേ സാധിക്കുന്നില്ല. വായിച്ച്, ദ്വാരത്തിൽ കൂടി കൈനീട്ടി, എന്റെ പ്രിയൻ ദ്വാരത്തിൽ കൂടി കൈനീട്ടി, എന്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി. എന്റെ പ്രിയനെ തുറക്കേണ്ടതിന് ഞാൻ എഴുന്നേറ്റു. പ്രിയനാ, മണവാട്ടിയാ. പക്ഷേ മണവാട്ടിയായി വിളിക്കപ്പെട്ടുള്ള സ്ഥാനത്തിൽ അവർ ദൈവഹിതം, യോനാഥാനെ പോലെ കഷ്ടങ്ങളിൽ കൂടി ദൈവഹിതം ചെയ്തു പോകാൻ താല്പര്യം കാണിക്കാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? എന്റെ കൈ മൂറും. വായിച്ചു, എന്റെ കൈ മൂറും, എന്റെ വിരൽ മൂറിൽ തൈലം. അത് ഏൽപ്പിച്ചു കൊടുത്തില്ല. എസ്തേറിനെ മണവാട്ടിയാക്കുവാൻ ഈ മൂറിൻ തൈലമിട്ട് തേച്ച് അവളുടെ മണം മാറ്റി 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 രാജാവിന്റെ മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ രാജാവ് കൊടുത്ത സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടി 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 വേണം അവള് മണവാട്ടിയാക്കുക. അതിനാണ് സ്വർഗത്തിൽ നിന്ന് സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശു നമ്മെ ആ സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ. അതാരാ? ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവങ്ങൾ. അവന്റെ സ്വഭാവങ്ങളോട് നാം അനുഭവരായി ചെല്ലുവാൻ നമ്മുടെ പ്രാകൃത സ്വഭാവങ്ങൾ നീക്കി 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 ഈ സുഗന്ധദ്രവ്യങ്ങൾ കയറ്റി 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 വന്ന് അവനെ പോലെ നാം അനുഭവം, ക്രിസ്തുവിനെ പോലെ അനുഭവരായി ചെല്ലുക. അപ്പോൾ ഈ അനുഭവത്തിലേക്ക് ഇപ്പോൾ മണവാട്ടിയായി വിളിക്കപ്പെട്ടെങ്കിൽ അവൾ വിട്ടുകൊടുക്കാത്തത് കൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്തു? കാഹളം തൊഴിച്ച് അവർ ഒരുങ്ങിയിരുന്നവർ പോയി. ഒരുങ്ങിയിരുന്നവർ പക്ഷേ കൈവിടപ്പെട്ടു. അപ്പോൾ ഉരുക്ക് തുടങ്ങി. മനസ്സിനകത്താകെ വിപ്രാളവും വേദനയും. കൃപയുടെ കാലം അവസാനിച്ചു. യേശു എടുക്കപ്പെട്ടു, സഭ എടുക്കപ്പെട്ടു. അപ്പോൾ അടുത്ത ഗ്രൂപ്പിന് അസ്വസ്ഥരായി. കൈവിടപ്പെട്ടു പോയല്ലോ, വലിയൊരു അസ്വസ്ഥത. അപ്പോൾ എന്ത് ചെയ്തു? വായിക്കാം, ഞാൻ എന്റെ പ്രിയന് വേണ്ടി തുറന്നു. ഞാൻ എന്റെ പ്രിയ. എപ്പോഴാ? സമയം പോയി, സമയം അവസാനിച്ചു. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ട് ഇന്റർവ്യൂവിന് വേണ്ടി ഈ പണ്ട് ഈ ടെലഗ്രാം ഡിപ്പാർട്ട്മെന്റിലേക്ക് കുറെ പേര് ഇന്റർവ്യൂവിന് വിളിച്ചു. അപ്പൊ അവർ ഇന്റർവ്യൂവിന് ചെന്നവരെല്ലാം വിളിക്കും പറഞ്ഞുകൊണ്ട് അവിടെ കാത്തിരിക്കുക. രാവിലെ 9 മണിക്ക് എന്നവരുണ്ട്. 9 മുതൽ 12 മണി വരെയാണ് ഇന്റർവ്യൂയുടെ ടൈം. 9 മണി മുതൽ 12 മണി വരെ ഇന്റർവ്യൂയുടെ ടൈം. 9 മണിക്കേ ചെന്നവരുണ്ട്, അതിന് മുമ്പേ ചെന്നവരുണ്ട്. ഇവരെല്ലാം പോയിരുന്ന് ഇന്റർവ്യൂവിന് വേണ്ടി കാത്തിരിക്കുകയാണ്, വിളി കിട്ടാൻ വേണ്ടി. വിളിക്കും സമയങ്ങൾ അപ്പുകാർ കൂടി, പലരും കൂടി അവരുടെ അഭിപ്രായം പറയാൻ തുടങ്ങി. ഓരോരുത്തരുടെ റിപ്പോർട്ടേഷൻ, അവരുടെ ഡിഗ്രികളെല്ലാം പറഞ്ഞു ഇങ്ങനെ അവരിങ്ങനെ സമയം കൂടുക. 11:30 ആയപ്പോൾ ഇന്റർവ്യൂവിന് താമസിച്ചു ഒരാള് ഓടിച്ചെന്ന് ഇന്റർവ്യൂവിന്റെ മുറിക്കകത്ത് കയറുക. ഇന്റർവ്യൂയുടെ മുറിയിൽ കയറുകയാണ്. ഇവരെല്ലാം കാത്തിരിട്ട് കിടക്കുക. 11:30 മണിക്ക് അവൻ താമസിച്ചു പോയിട്ടുള്ള വേദനയോടുകൂടി വരുമ്പോൾ ഇവൻ നേരെ അവർ മുറിക്കകത്ത് ഇവരെ സെലക്ട് ചെയ്തു. എല്ലാവരും അന്തപ്പെട്ടു. അപ്പൊ അവര് വിചാരിച്ചു മലയാള ഭാഷയിലോ ഇംഗ്ലീഷിലോ പ്ലീസ് കം ഇൻ, ഇന്റർവ്യൂവിന് വന്നിരുന്നില്ല, നിങ്ങൾ അകത്തോട്ട് വരുവാൻ വിളിക്കുമെന്ന് കാത്തിരിക്കുകയാണ്. പക്ഷേ അനൗൺസ്മെന്റിന്റെ ബോക്സിൽ കൂടെ കേൾക്കാം. ഈ ടെലഗ്രാം ഡിപ്പാർട്ട്മെന്റ് അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഇതെല്ലാം വരുന്നതിന് മുമ്പ് ടെലഗ്രാം മോഴ്സ് കോഡ്, ആ മോഴ്സ് കോഡ് ഇങ്ങനെ പണിയടിക്കും. നമ്മുടെ ജ്യോതി ടീച്ചറിന്റെ ഭർത്താവ് പോസ്റ്റ് ഓഫീസിലായിരിക്കും അതുണ്ടായിരുന്നു. അപ്പൊ അവിടെ മോഴ്സ് കോഡ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഇതാണ്, ഇതിലാണ് വേഴ്സസ് വരുന്നത്. അപ്പൊ ഇവര് മോഴ്സ് കോഡിൽ അനൗൺസ് ചെയ്യുന്നുണ്ട്. മലയാളത്തിലല്ല, ഇംഗ്ലീഷിലല്ല, ഈ മോഴ്സ് കോഡിൽ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇത് ചെറിയ ശബ്ദത്തിൽ പറയുന്നുണ്ട്, പക്ഷെ കേൾക്കുന്നില്ല. ഇത് കുറച്ചു നേരമായിട്ട് അവരെ ഇടയ്ക്കിടയ്ക്ക് വിടുന്നെങ്കിലും ഈ 10 മിനിറ്റായിട്ട് വിട്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഇവർക്ക് വർത്തമാനത്തിലും ഇവരുടെ ആ സംഗമത്തിൽ ലയിച്ചിരുന്നുകൊണ്ട് ഇത് കേട്ടില്ല. പക്ഷെ ദൂരെ നിന്ന് ഒരുത്തൻ എവരുടെയും കൂട്ടായ്മയിൽ ഉൾപ്പെടാതെ സംഘത്തെ വിട്ടു വന്നവനായതുകൊണ്ട് അവൻ ദൂരെ നിന്ന് കേട്ടു. മോഴ്സ് കോഡ് അവൻ കേട്ടത്. ഇന്റർവ്യൂ വന്നവർ കാത്തോട് വരാം. ഇവൻ നേരെ അവനെ സെലക്ട് ചെയ്തു. ബാക്കിയുള്ളവരെല്ലാം ജാഗ്രത കുറവുണ്ടാവും, ഏകാഗ്രത ഇല്ലായ്മ അവർക്ക് നഷ്ടപ്പെട്ടു. ഇതാണ് ഈ കാലത്ത്. അതുകൊണ്ടാണ് ഈ ഗുണമാട്ടി. പക്ഷെ എഴുന്നേറ്റ് വന്നപ്പോൾ സംഗതി കഴിച്ചു. വായിക്കാം, ഞാൻ എന്റെ പ്രിയന് വേണ്ടി തുറന്നു, എന്റെ പ്രിയനോ പൊയ്ക്കളഞ്ഞിരുന്നു.
എൻ്റെ പ്രിയനോ പോയി കിടന്നു. ഇതാണ് ഈ ബൈബിളിലെ രഹസ്യങ്ങൾ. പഴയ നിയമ പുസ്തകത്തിലൊക്കെയും ക്രിസ്തുവിനെ മണവാട്ടിയെ കുറിച്ചുള്ള ആഴങ്ങൾ എഴുതി വെച്ചത്. ഇത് കണ്ടുപിടിക്കുന്നതാണ് ആഴത്തിലേക്ക് ഇറങ്ങാൻ പറയുന്നത്. വയൽ ഒളിച്ചു വെച്ച നിധി. വയലെന്ന് പറഞ്ഞ രണ്ടനുഭവമുണ്ട്. ഒന്ന്, ഉഴുതെല്ലാ വർഷം കൃഷി ചെയ്യും, അതിന് ഒരടി താത്താണ്. കൃഷി ചെയ്യാനും ഒരടി കലപ്പോണ്ട് താത്താണ്. എല്ലാ വർഷവും അതിനെ തൊഴിൽ മുറിക്കും. നമ്മുടെ പെന്തിക്കോസ്ത് മിഷൻകാരും ഈ കേട്ടത് തന്നെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ ആവർത്തിച്ച് കൺവെൻഷൻ വെച്ച് അതും വെച്ച് ഇങ്ങനെ ആവർത്തനം അങ്ങനെ കുറേ പോകുന്നു. പക്ഷെ അതല്ല, വയലിലൊരു നിധിയുണ്ട്. ആ നിധിയെ കണ്ടുപിടിക്കണമെങ്കിൽ ആഴത്തിൽ കുടിക്കണം. ആഴത്തിൽ കുടിക്കുന്ന സംഭവമാണ്. അതിന് പല മരക്കിടത്തില്ല. അതിന് ജീവൻ ത്യജിക്കണം. ബോവാസിന്റെ വയലിൽ അനേകർ വന്നു കൃഷി ചെയ്ത് കൊയ്ത് സന്തോഷിച്ച് പോവുക. നല്ല മനുഷ്യന്റെ വയലാണ്, ദൈവരാജ്യമാണ്. എല്ലാവർക്കും വലിയ സന്തോഷം. അവരെല്ലാം പ്രശംസിക്കും. ഭാഗ്യവശാൽ ബോവാസിന്റെ വയലിലെത്തി. ഈ പെന്തിക്കോസ്ത് മിഷൻ കൂട്ടായ്മ സ്വോത്രം വിശുദ്ധന്മാരുടെ പക്ഷേ എല്ലാം ശരിയാണ്. പക്ഷെ നിങ്ങളിവിടെ കിടന്ന് ഇങ്ങനെ ഇന്റർവ്യൂ വന്നവരെ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ദൂരെ നിന്ന് മോഴ്സ് കോഡ് കേട്ട ഒരാളുണ്ട്. അതാരാ? യൂത്ത്. നവോമി പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ച് കേട്ട് നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം എന്ന് പറഞ്ഞ ആ ദൈവത്തെ തേടി വന്ന അന്യജാതിക്കാരിയായ യൂത്ത് ബോവാസിന്റെ വയലിൽ കൊയ്യാൻ പോയതല്ല. രാജകുടുംബത്തിൽപ്പെട്ട യൂത്ത് താഴ്ന്നിറങ്ങിയിട്ട് പെറുക്കാൻ ചെന്നതാണ്. വലിയ കാര്യമൊന്നും ആഗ്രഹിച്ചില്ല. രമ്യ പറഞ്ഞതുപോലെ വലിയ കാര്യമൊന്നും ആഗ്രഹിച്ചില്ല. പെറുക്കിയതിലൂടെ ജീവിക്കണം. പക്ഷേ നവോമിയുടെ ആലോചന ശ്രദ്ധിച്ച് കേട്ടതുകൊണ്ട്, ഉപദേശം കേട്ടതുകൊണ്ട് അവിടെ ചെയ്തു. അടുത്തത് കളത്തിൽ പ്രവേശിച്ചു. മൂന്നാമത് ബോവാസിന്റെ പുതപ്പിൻ കീഴിൽ പൂർണ്ണ ശരണത്തിൽ, പൂർണ്ണ ആശ്രയത്തിൽ രൂത്ത് ചെന്നതിനാൽ അവൾ മണവാട്ടിയായി. ഇന്റർവ്യൂ ചെയ്യുന്ന മറുകൾ ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞൊഴിച്ച് സമയം കളഞ്ഞപ്പോൾ മോഴ്സ് കോഡ് ശ്രദ്ധിച്ചില്ല. അതാണ് മാറ്റർ ഓഫ് ഫാക്ട്. ദൈവരാജ്യത്തിന്റെ നിധി കണ്ടുപിടിക്കുക. ആ നിധി എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. പരിജ്ഞാനം, അതോട് മനസ്സിൽ ആ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠം ഞാൻ ഇപ്പോഴും ശ്രേഷ്ഠമെന്ന്. ഇല്ലെങ്കിൽ വീണ്ടും ഉപദ്രവകാലത്തിലേക്ക് കൊണ്ടുവരും. ആ ഉപദ്രവകാലത്തിൽ വീണ്ടും നോക്കുക. അവരെ മൂറിൻ തൈലവും എന്റെ കൈയിൽ തളിപ്പിൽ പൊടിഞ്ഞു. ആ വാക്യം വായിച്ചു. 5-ാം അധ്യായം 5-ാം വാക്യം വായിച്ചു. എന്റെ പ്രേത തുറക്കേണ്ടതിന് ഞാൻ എഴുന്നേറ്റു. എന്റെ കൈ മൂറും എന്റെ വിരൽ മൂറിൻ തൈലവും. അതിന്റെ അർത്ഥം എന്താ? കർത്താവിന്റെ വരവിൽ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഉപദ്രവകാലം മഹോദ്രവകാലം വരികയാണ്. പിന്നെ കൈവിടപ്പെടുന്നവന് ഉപദ്രവകാലത്തോട് പോകേണ്ടി വരും. സഭ പോകണ്ട. ഇന്ന് പെന്തിക്കോസ്ത് ലോകത്ത് രണ്ട് തർക്കങ്ങളാണ്. സഭ ഉപദ്രവകാലത്തിലൂടെ പോകത്തില്ല, അത് ശരിയാണ്. സഭ കർത്താവ് ഉപദ്രവകാലത്തിന് മുമ്പ് തന്നെ എടുക്കപ്പെടും. പക്ഷെ കൈവിടപ്പെടുന്ന പൂർണ്ണപ്പെടാത്ത വിശുദ്ധന്മാർ കൈവിടപ്പെടും. ആ സത്യമാത്ത് പറയും കർത്താവിന്റെ വരവിൽ വിശുദ്ധന്മാർ കൈവിടപ്പെടും. അത് പറഞ്ഞത് എല്ലാവർക്കും ബുദ്ധിമുട്ട് അറിയിച്ചു. സത്യമാണ്. പിന്നെ ആരെടുക്കപ്പെടുന്നത്? വിശുദ്ധന്മാരുടെ യഥാസ്ഥാനപ്പെട്ടവർ, പെർഫെക്റ്റിംഗ് ഓഫ് ദ സൈൻസ്. വിശുദ്ധന്മാരിൽ പൂർണ്ണരാക്കപ്പെട്ടവർ, ഈ തൈലം കൊണ്ട് തേച്ച് വൃത്തിയാക്കിയെടുത്തവർ, അവരെടുക്കപ്പെടും. വിശുദ്ധന്മാർ കൈവിടപ്പെടും. നമ്മളീ കാണുന്ന പല വിശുദ്ധന്മാരും കൈവിടപ്പെടാൻ പോകാം. വെളിപ്പാട് ദിവസം 13-ാം അധ്യായത്തിൽ എഴുതിയിട്ടില്ലേ? അന്ത്യക്രിസ്തുവിന്റെ മഹാമൃഗം വരുമ്പോൾ ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസം ഉണ്ടാവും. സഹിഷ്ണുതയും വിശ്വാസം. അതുകൊണ്ട് നാം ഈ നാളുകളിൽ നമ്മുടെ ദൈവസന്നിധിയിൽ കേൾക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം. സമാധാനത്തിൽ ദൈവം നമ്മളെ ശുദ്ധീകരിപ്പാൻ തക്കൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കണം. അവന്റെ നാമം നമ്മളിൽ പകർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ സ്വഭാവങ്ങൾ മാറി ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തോട് നമ്മളെ അനുഗ്രഹരാക്കി. പാട്ടുകാരൻ പറയുന്ന പോലെ പകർന്നാ തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ. പകർന്നാ തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ. നിന്റെ നാമം ഊറ്റുണ്ട തൈലം. ഇന്നലെ പാടിയ പാട്ടിന്റെ മോശമണിയെ യേശുവിന്റെ നാമം ഊറ്റുണ്ട തൈലം പോലെ. ആ ഡാൻസ് അവർക്ക് പാടിക്കുകയും Hey!
ഹല്ലേലൂയ. തന്റെ നാമം ഊറ്റുണ്ട തൈലം ഊറ്റപ്പെടണം. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നുകൊണ്ടേയിരിക്കണം. പകർന്നുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്കും സന്തോഷം. ഈ കുട്ടികളെ അമ്മമാര് പാൽ കുടിക്കുന്നില്ല, മുലപ്പാൽ കൊടുക്കും. പൊതുവെ കാണുന്നത് അമ്മമാരുടെ വലിയ ത്യാഗം പോലെയാണല്ലോ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അമ്മമാര് മുലപ്പാൽ കൊടുക്കുന്ന വലിയ ത്യാഗം പോലെയാണെന്ന് കേൾക്കാറുണ്ട്. കുഞ്ഞുങ്ങൾക്ക് റോളൊന്നും ഇല്ലല്ലോ, കുഞ്ഞുങ്ങൾ ഇന്ന് ആസ്വദിക്കുന്നില്ല. നേരെ അതുകൊണ്ട് പക്ഷെ മറുഭാഗമുണ്ട്. ഒരിക്കൽ ബോബി അച്ഛനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ബോബി കാട്ടിക്കാട് ഈ ഷാലോം ടി വിയിലൊക്കെ ചിലപ്പം പ്രസംഗിച്ച ഒരു അച്ഛൻ, പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനാണ്. നല്ല ജ്ഞാനമായിട്ടൊക്കെ വചനം പറയും. ക്രിസ്തുവിനെ പറ്റി അധികമാരായിട്ട് പറയുന്ന ഒരാളാണ് ബോബി കാട്ടിക്കാട്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു വീട്ടിലേക്ക് എത്തും, ഒരു യൗവനക്കാരി പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ മരിച്ചുപോയി. കുട്ടി മരിച്ചുപോയി. പക്ഷെ ഈ സ്ത്രീ പറഞ്ഞു, ബോബി അച്ഛനോട് പറഞ്ഞു, എൻ്റെ നെഞ്ചിൽ 2 അമ്മിക്കല്ല് വെച്ചിരിക്കുന്ന പോലുള്ള ഫീലിംഗ് ആണ്, താങ്ങാൻ ഒക്കത്തില്ല. അച്ഛൻ ചോദിച്ചു, കുട്ടി മരിച്ചതിന് പിന്നെ? അല്ല, ഈ കുട്ടിക്ക് കൊടുക്കേണ്ട ഈ മുലപ്പാല് ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. കുട്ടി കുടിച്ചു തീർത്തെങ്കിൽ മാത്രമേ ഇതിനൊരു ആശ്വാസം വരൂ. അപ്പൊ കുട്ടി കുടിക്കാത്തതുകൊണ്ട് ഇതിനെ ആർക്കൊടുക്കാം? അതുകൊണ്ട് ഈ കെട്ടി നിൽക്കുന്ന പാല് അവർക്ക് തന്നെ ബുദ്ധിമുട്ടായി തന്നിരിക്കുകയാണ്. ഇക്കാലത്തുള്ള ക്യാൻസർ ഉണ്ടാകും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലെ സൗരഭ്യം എന്ന് പറയുന്നത് നമ്മളിപ്പോ, ഞാനിപ്പോ എന്റെ വചനം എനിക്ക് കുറിക്കാത്ത ഞാൻ വായിച്ചത് ദൈവം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അകത്തിരുന്നാൽ ഇതെന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടു. ഇത് ഞാൻ മറ്റുള്ളവർ പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യം എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ നിങ്ങൾ എല്ലാവരും കേട്ടോണ്ട് പോയിരിക്കുകയല്ല, നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പൊ നിങ്ങൾ സൗകര്യപ്രദരായിത്തീരും. ഇല്ലെങ്കിൽ പിടിച്ചുകൊണ്ടുപോയി എങ്ങനെ പോയി ഇത് അതില്ല, സ്വാർത്ഥത. അതുകൊണ്ടാണ് നിങ്ങൾ ശരിക്കും വളരാത്തത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്താത്തതിന്റെ കാരണം നിങ്ങളുടെ സ്വാർത്ഥതയാണ്. നിങ്ങൾക്ക് ആരാധന കൊടുക്കണം, നിങ്ങൾക്ക് വചനം കേൾക്കണം, പ്രസംഗിക്കണം, യൂട്യൂബ്, പക്ഷെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾ അസ്വസ്ഥരാകും. കാരണം ഇവിടെ അമ്മിക്കല്ല് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ സുവിശേഷം പറഞ്ഞു നോക്കി, അല്ലെ കോവിഡ് കാലത്ത് ഈ കേട്ട് പലർക്കും പറഞ്ഞു കൊടുത്ത്, ഇന്നത്തെ മെസ്സേജ് 10 പേർക്ക് പറഞ്ഞു കൊടുത്ത്, അത് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അതാ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ അറിയാത്തൊരു ആഹാരം ഞാൻ കഴിച്ചു. ഇത് ജീവനല്ലേ, ഇതിനകത്ത് ജീവനുണ്ട്, ജീവൻ മനുഷ്യർ വെളിച്ചമാണ്. അത് നമ്മുടെ ലോകത്ത് കൊടുത്തു. നിങ്ങൾ ലോകത്ത് പ്രകാശിപ്പിക്കുന്ന വെളിച്ചം. എന്നാൽ ഇല്ലാത്തൊരു കാലം വരാൻ പോവുകയാണ്. അന്ധകാര ഭൂമിയെയും ഒരിട്ട് ജാതിയെയും. അതുകൊണ്ടാണ് ഇരമ്യാ പറയുന്നത്, നിങ്ങൾ വലിയ കാര്യത്തിൽ കാലത്ത് ചിന്തിക്കാൻ, കാശുണ്ടാക്കാൻ, പിന്നെ കടം വാങ്ങിക്കാൻ, ഇതിലൊന്നും പോകരുത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ച് ഇതിലേക്ക് പോകണം, ദൈവത്തിൻ്റെ സന്തോഷത്തിലേക്ക് പോകണം. ഇരമ്യാ 45:5 വീണ്ടും വായിക്കാം. നിനക്കായിട്ട് വലിയ കാര്യം ആഗ്രഹിക്കരുത്. ഞാൻ സർവ്വജഡത്തിനും അനർത്ഥം വരുത്താൻ പോവാണ്. എല്ലാ ലോകത്തിനും ഒരു ഗ്ലോബൽ ഡിസാസ്റ്റർ വരാൻ പോവുകയാണ്. അതുകൊണ്ടിരിക്കല്ലേ, അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇരമ്യാ 27-ാം അധ്യായത്തിൽ ശരിക്കും വായിച്ചു നോക്കി. 27-ാം അധ്യായത്തിൽ ദൈവമക്കൾ ബുദ്ധിയോടെ ജ്ഞാനത്തോടെ ജീവിക്കേണ്ട കാര്യം ഇരമ്യാ 27-ാം അധ്യായത്തിൽ പറയുന്നത്. അത് വിളിക്കേണ്ട സമയമില്ല, വായിച്ചു നോക്കിയാൽ മതി. കാരണം മുഴുവൻ ലോകത്തിനും വരുന്ന ഒരു ഗ്ലോബൽ ഡിസാസ്റ്ററാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വരും, ഇനി അത് കണ്ടുപിടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഓരോന്നും വന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ജനം എടുക്കപ്പെട്ടവർ ക്രിസ്തുവിൽ അധിവസിക്കും. പക്ഷെ അജാഗ്രതയോടെ ജീവിച്ചവർ ഈ പൂറിൻ തൈലം വീണ്ടും 3.5 വർഷം പരിശോധനയിലൂടെ പോയി വെളിപ്പാട് ദിവസം 13-12 വായിക്കുന്ന പോലെ ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് അതാണ് അവിടെ അനുസരണം. അവിടെ മറുതലിച്ചു പോയാൽ കൈവിടപ്പെടുന്നവർ ഇത് ക്രിസ്തു മറുതലിക്കുന്നത്. മറുതലിച്ചു പോയാൽ നിങ്ങൾ ലക്ഷ്യത്തിലെത്തും. പക്ഷെ ഉപദ്രവം പീഡിപ്പിക്കും. ഇവിടെ വിശ്വാസം നിങ്ങൾ സ്വാധീനിക്കുമ്പോൾ നിങ്ങൾക്ക് ഉപദ്രവം തന്നുകൊണ്ടേയിരിക്കും. മറ്റുള്ളവരെക്കാൾ അധികമായ കഷ്ടപ്പാട് തന്നുകൊണ്ടേയിരിക്കും. അത് അനുഭവിച്ചോ? അതാ ഇരമ്യാ 27-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അത് പറയുന്നുണ്ട്. ഇരമ്യാ 27 പല സ്ഥലത്തിലായിട്ട് പറയുന്നു, നിങ്ങൾ നെബൂഖദ്നേസർ രാജാവിന്റെ ഇതിന് കീഴ്പ്പെടുത്തി കൊടുത്തേക്കണം. വായിക്കാൻ 6-ാം വാക്യം വായിച്ചേ. ഇപ്പോഴോ ഞാൻ ഈ ദേശങ്ങളെയൊക്കെയും എന്റെ ദാസനായി ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ രാജാവ് ദൈവം എന്റെ ദാസനാണ്. അപ്പൊ ഇന്നൊരർത്ഥത്തിൽ പറഞ്ഞ അന്ത്യക്രിസ്തു ദൈവത്തിന്റെ ദാസനെ പോലെ വരും. കാരണം
ബന്ധവും ഇല്ല, എതിർ ക്രിസ്തുവായിരുന്നു. കാരണം അതിനകം സഭ എടുക്കപ്പെടും. കൈവിടപ്പെടുന്ന അജാഗ്രതയായി ജീവിച്ചവരെ ശരിയായ സഹിഷ്ണുതയും വിശ്വാസം പഠിപ്പിക്കാനുള്ള പരീക്ഷാഘട്ടം മാത്രമാണ്. ആ പരീക്ഷാഘട്ടത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഇനിയുള്ള കാര്യങ്ങൾ വലുതായിട്ട് ചിന്തിക്കാൻ പോകണ്ട, നിങ്ങളുടെ രക്ഷിപ്പിന്റെ ബിരുദിന് വേണ്ടി ഓടിക്കണം. അതിന്റെ 8-ാം വാക്യം വായിച്ചു. ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെ സേവിക്കുകയോ ബാബേൽ രാജാവിന്റെ നുകത്തിന് കഴുത്ത് കീഴ്പ്പെടുത്തുകയോ ചെയ്യാത്ത ജാതിയെയും രാജ്യത്തെയും ഞാൻ അവന്റെ കൈകൊണ്ട് അവരെ മുടിച്ചു കളയും വരെ. അപ്പൊ രാജാവിനെ സേവിക്കുന്നവരെ അവൻ സൂക്ഷിക്കുക, അല്ലാത്തവരെ മുടിച്ചു കളയും. അപ്പൊ കൈവിടപ്പെടുന്ന ദൈവമക്കൾക്ക് രാജാവിനെ പൂർണ്ണമായിട്ട് സേവിക്കാൻ ഒക്കത്തില്ലല്ലോ, പക്ഷെ അനുസരിച്ചേ പറ്റത്തുള്ളൂ. ഈ അനുസരിക്കുന്നതിന് സാർവത്തോളം ഒരു പീരീഡ് കഴിയുമ്പോൾ അത് ഉപദ്രവമായിട്ട് മാറും. അങ്ങനെ ആ ഉപദ്രവത്തിന് മധ്യേ നമ്മളെ പടുത്ത് മണവാട്ടിയും എന്ത് ചെയ്യും? മണവാട്ടിയായി വിളിക്കപ്പെട്ട കന്യകമാർ, അവർ കന്യകരാണ്, പക്ഷെ മണവാട്ടിയല്ല. അതാണ് മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ പറയുന്ന 10 കന്യകമാരിൽ 5 പേർ ബുദ്ധിയുള്ളവരും അത് രക്തസാക്ഷികളാണ്. അത് മണവാട്ടിയല്ല. കാരണം മണവാട്ടി ഒന്നേ ഉള്ളൂ. എന്റെ പ്രാപം നിഷ്കളങ്കരായതോ ഒരു അസംഖ്യ കന്യകമാണ്, അത് രക്തസാക്ഷികളാണ്. അതിനെപ്പറ്റി നന്നായിട്ട് പഠിക്കാനുള്ള വിഷയമില്ലാത്തുണ്ട്. ആ കന്യകമാര് മണവാട്ടിയായിട്ട് ഒരുക്കപ്പെട്ടവരാണ്. എസ്തേറിന്റെ കൂടെ വിളിക്കപ്പെട്ടവർ അനേകരുണ്ട് അവിടെ. അവരെല്ലാം കന്യകമാരായിട്ട് അവിടെ കഴിയണം. അതാണ് അർത്ഥമയത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 6:5 പറയുന്നില്ലേ, അവിടെ 60 വെപ്പാട്ടിൽ 80, 6:8 60 രാജ്ഞികളും 80 വെപ്പാട്ടികളും അസംഖ്യം കന്യകമാരും ഉണ്ടല്ലോ. എന്റെ പ്രാവും അസംഖ്യ കന്യകമാർ, എണ്ണിക്കൂടാത്ത പുരുഷാരെന്നില്ലേ വെളിപ്പാടസം വായിക്കും. എണ്ണിക്കൂടാത്ത പുരുഷാരുടെ കയ്യിൽ വെള്ളം നിലയെങ്കിൽ ക്രിസ്തുവിനെ വരുന്നവരാണ്, മൃഗത്തിന്റെ പേരോ ഏൽക്കാത്തവർ. അപ്പോൾ സേവിക്കാത്തവർ അവരെന്ത് ചെയ്യും? അവർ രക്തസാക്ഷികളായിട്ട് മാറാൻ സാധിക്കും. അപ്പോൾ ഒരു പീരീഡ് വരെ നമ്മൾ അനുസരിക്കണം ചില കാര്യങ്ങൾ. ഇപ്പൊ പാസ്കിന്റെ കാര്യം, പക്ഷെ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ കൈവിടപ്പെടുന്നവർക്ക് അനുസരിക്കാൻ പോകും. നല്ല ശതമാനം അനുസരിച്ച് പോകും, അവർ ദൈവത്തിൽ നിന്ന് അന്യപ്പെടും. ബാക്കിയുള്ളവർ വിശ്വാസത്തിന് വേണ്ടി പോരാടി രക്തസാക്ഷികളാണ്. അവരാണ് മൃഗത്തിന്റെ പേരിനെ ജയിച്ചത്. പക്ഷേ മൃഗം അവരെ കൊല്ലുന്നതാണ്. 13-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും, ഇതേത് വിശുദ്ധന്മാരാണ്? കൈവിടപ്പെട്ട വിശുദ്ധന്മാർ. അതുകൊണ്ടാണ് ഭാഷ ഇന്ത്യ മാത്രം പറഞ്ഞ വിശുദ്ധന്മാർ കൈവിടപ്പെട്ടു പോകുന്നത്. ഈ ഊറിൻ തൈലം കൂടെ നമ്മൾ നേരത്തെ തന്നെ ശുദ്ധീകരിച്ച് പൂർണ്ണരാക്കപ്പെട്ട് എടുക്കപ്പെടും. അല്ലാത്തവർ അന്ത്യക്രിസ്തുവിന്റെ കാലത്ത് ഊറിന്റെ തൈലവും ഉപദ്രവ കാലത്ത് കൂടെ പോയി ഊറിന്റെ തൈലം എന്ന് പറഞ്ഞാൽ അത് യഹൂദനാണ്. അവരും ആ പരീക്ഷ കണ്ടുണ്ട്. അങ്ങനെ ഒരു കൂട്ടര് 1000 വർഷത്തിലേക്ക് പ്രവേശിക്കും. ഇത്ര കൃത്യമായിട്ടാണ് പലരും പറയുന്നത്. 20-ാം അധ്യായത്തിൽ പലരും പറയുന്നത്. അതുകൊണ്ട് നാം ഈ നാളിൽ എന്ത് ചെയ്യണം? നമ്മെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കണം. ആർക്കും പ്രവർത്തിച്ചുകൂടാൻ കഴിയാത്ത ഒരു രാക്കാലം വരാൻ നമ്മൾ ആ രാക്കാലത്തിലേക്ക് പോയത്. അതിനുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കപ്പെടണം, ദൈവത്താൽ സൂക്ഷിക്കപ്പെടണം. അതാണ് എനിക്ക് പറയുന്നത്. നിങ്ങൾ മറ്റൊന്നും ഈ കാലത്ത് ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും വലിയ പദ്ധതി ഇതില്ല. ഒരാളോട് പറഞ്ഞ പോലെ സർക്കാർ എല്ലാവർക്കും മാർക്ക് കൊണ്ട് കൊടുത്തു കൊടുത്തിട്ട് എല്ലാത്തിനും A+ കിട്ടി. സുഖത്തിൽ പോകണമെന്നല്ല, പിന്നെ എനിക്ക് സിവിൽ സർവീസ് എടുത്ത് IAS ആണ്. ഞാൻ ചിരിച്ചു. നടക്കാൻ പോകുന്ന കാര്യമില്ല, നമ്മുടെ കാലം ഇനി ഇല്ല. അപ്പം പെന്തക്കോസ്തുകാർ പോലും സ്വർഗത്തിൽ പോകണം, വിശുദ്ധരാണെന്നല്ല, IAS-കാരാണ്, അങ്ങനെയാണ്, ഡോക്ടറാണ്, എഞ്ചിനീയറാണ്. അതാണ് ഒന്നാമത്തെ കോൺസെപ്റ്റ്. അതും ഇല്ല, വലിയ കാര്യങ്ങൾ ചിന്തിക്കരുത്. വലിയ കാര്യങ്ങളെ ചിന്തിക്കരുത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് കടമൊന്നുമില്ല, സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതാണ് ഈ കാലത്ത് കുറെ കാലത്തിൽ നമുക്ക് സ്വസ്ഥത. അടുത്തത് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ ആഗ്രഹിക്കരുത്, ഞാൻ സർവ്വജഡത്തിനും അനർത്ഥം വരുത്തും. ദൈവം അനുവദിച്ചു വരുത്താൻ പോകുന്ന അനർത്ഥമാണ്. അല്ലാതെ ഈ നേതാക്കന്മാർ പിണറായി വിജയൻ സാറോ മോദിജിയൊന്നും അല്ലെങ്കിൽ ഉത്തരവാദി, ജോ ബൈഡനോ, എല്ലാവരുടെയും മനസ്സിൽ ദൈവം ഒരു ആത്മാവിനെ അല്ലേ? ആകാമിനെ രാശിച്ചു പ്രവചിപ്പാൻ എല്ലാ പ്രവാചകന്മാർക്കും പോഷ്കിന്റെ ആത്മാവിനെ അയച്ചതാണ്, ദൈവം അയച്ചതാണ്. അവരെല്ലാം അവർക്ക് അനുകൂലമായിട്ട് പ്രശംസിച്ചു പറഞ്ഞ്, പക്ഷെ ബീഹാമാണ് നേരെ തിരിച്ചു. അങ്ങനെ ഒരുപേർ വരുന്നുണ്ട്. അവന്റെ ഭരണകാലത്തിൽ വെളിപ്പാട് 15-ാം അധ്യായത്തിൽ ആരോക്കും ഏലിയാവും രണ്ടുപേരും വന്ന് അവനെതിരായി പ്രവചനിപ്പിക്കും. അവർ അവനെ കൊല്ലും. 3 ദിവസം ജനം കിടക്കും. 3-ാം ദിവസം അവർ എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക്. ഇതൊക്കെ നമ്മുടെ തലമുറ നടക്കാൻ പോകുന്ന കാര്യമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു പരീക്ഷാ കാലത്ത് നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ആഗ്രഹിക്കും.
ഭാഷയില്ല. ഇതൊക്കെയാണ് നീ സ്വർഗത്തിൽ പോകാനുള്ള വഴി നോക്കേ. ഞാൻ പറഞ്ഞ എൻ്റെ ഭാഷ ഉദ്യോഗം തന്നേക്കാം, നീ എടുത്തു, എനിക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. പതിനും പറയുന്ന ഭാഷയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട 78 1978 രക്ഷിക്കപ്പെട്ടു. പെന്തിക്കോസ് ലോകം എന്താന്ന് പോലും അറിയാതെ അതിൻ്റെ അടുത്ത ആഴ്ച എനിക്ക് തോന്നി ദേശത്ത് സാക്ഷിയാണ്. ഞങ്ങൾ മൈക്കെല്ലാം സംഘടിപ്പിച്ച് നോട്ടീസ് പഠിച്ച് ഞാൻ മറ്റോടെ രക്ഷിക്കപ്പെട്ട സഹോദരനും ഞങ്ങളുടെ കൂടെ ചില പെന്തിക്കോസുകാരും തച്ചോക്കോടുകാരും അത്തോമുകാരും ഒക്കെ കൂടി മൂന്നാറ്റുമ്പോൾ ജംഗ്ഷൻ വെച്ച് ഞങ്ങളുടെ മൈക്ക് വെച്ച് ഓപ്പണർ തുടങ്ങിയതാണ്. 5:30 തുടങ്ങി ഓപ്പണർ 10 മണിയായപ്പോഴത്തേക്ക് 4 മണിക്കൂർ. ഞാൻ തന്നെ 1.25 മണിക്കൂർ യേശുവിനെ പ്രസംഗിച്ചത്. ഇതിലെന്തോ അപാകതയുണ്ടെങ്കിൽ എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ പോകും, നാട്ടുകാരെന്തോ പ്രശ്നം ഉണ്ടാക്കും, പള്ളിക്കാർ പ്രശ്നം ഉണ്ടാക്കുന്ന അന്നത്തെ സബ് ഇൻസ്പെക്ടറും 5 പോലീസുകാരും കോട്ടയം വന്ന് ഈ ജെട്ടിയിൽ ഈ മീറ്റിംഗ് തീരുന്നത് വരെ സഹിഷ്ണുതയോടെ ഉണ്ട്. അത് ജയപ്രകാശ് എന്ന് പറഞ്ഞൊരു സൂപ്പർ SI അതെന്നോട് വെച്ചിട്ട് എക്സാക്ഷൻ ഉണ്ടോ നടത്തിക്കോളാം. ആദ്യത്തെ പ്രസംഗമാണ് 78 രക്ഷിക്കപ്പെട്ട പിറ്റേ ആഴ്ച 1.25 മണി. അതുവഴി പോയ മുഖത്ത് വെള്ളം പിടിച്ചോണ്ടിരുന്നു, ദൈവം പിടിച്ചിട്ടു. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ആനത്തോടുകൂടിയാണ് ആരംഭിച്ചത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതിനെ കർത്താവിനെ സാക്ഷിക്കാൻ ജീവിക്കാനും മരിക്കാൻ പോകുന്ന, അല്ലാതെ ഇവിടെ പാസ്സാകാനും വലിയ പദവിക്കല്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾ ലോകത്തിൽ നിങ്ങളുടെ മക്കളെ വലിയവരാക്കാൻ ശ്രമിക്കരുത്. അവരതോടെ നശിച്ചു. അവരെ ആത്മീയത്തിൽ വളർത്തിയെടുത്തോളൂ. ഇതാളുകൾ വീടുകളിൽ അതിനെ ശ്രദ്ധിച്ചു. ഇല്ലെങ്കിൽ വലിയ പരീക്ഷാഘട്ടമാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം വായിച്ചു. വെളിപ്പാട് പുസ്തകം 3:10. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തു. എപ്പോഴാ? അതാണ് മണവാട്ടി. സഹിഷ്ണുതയെക്കുറിച്ച് എന്റെ വചനം നീ കാത്തു. അത് 3-ാം അധ്യായത്തിൽ, ഉത്തമഗീതം 3-ാം അധ്യായത്തിൽ മണവാട്ടിയുടെ സ്റ്റാറ്റസ് എന്താണ് പറയുന്നത്? അതിൽ വായിച്ചാൽ മതി. 3-ാം അധ്യായത്തിൽ കർത്താവിന്റെ വരവിന് മുൻപ് ഉത്തമഗീതത്തിലെ 3-ാം അധ്യായത്തിൽ മണവാട്ടിയുടെ സ്റ്റാറ്റസ് അവിടെ കാണുന്നു. അവരോടാണ് പറയുന്നത്, നീ എന്റെ സാക്ഷ്യതയെ കുറിച്ച് നീ എന്റെ പതിനെ കാത്തു. അടുത്തത്, ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും ഇരമ്യാ പ്രവചിച്ചതിന്റെ മറ്റൊരു ഭാഗമുണ്ട്. വർഷമാണ് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. ഈ ഉപദ്രവത്തിൽ കൂടെ പോകില്ല. സഭ ഒരിക്കലും ഉപദ്രവത്തിൽ കൂടെ പോകില്ല. പെന്തിക്കോസിന്റെ വലിയ തർക്കത്തിനൊക്കെ ദൈവത്തിന്റെ സഭ എടുക്കപ്പെടുന്ന മണവാട്ടിയായി വിളിക്കപ്പെടുന്ന സഭ ഉപദ്രവത്തിൽ കൂടി കൊണ്ടുവരത്തില്ല. ഞാൻ നിന്നെ കാക്കും. ഒരു ലോകത്തിലും വരുന്ന ഉപദ്രവകാലത്തിൽ ഞാൻ നിന്നെ, അതിന്റെ അർത്ഥം അവർ കർത്താവിനോടിരിക്കും. കർത്താവിനോടിരിക്കുന്നവരിൽ തുടർന്ന് കർത്താവിനോട് ഇരിക്കുന്നവരത്തിനടുത്ത് വിചാരം ഞാൻ യേശുവിന്റെ സോറി നേതാക്കന്മാർ വരും. അവർ വരും, കാരണം അവർ ഇരിക്കുന്നത് ഈ ആത്മാവ്. അപ്പൊ അവരെ സൂക്ഷിക്കും. എന്നാൽ ഉപദ്രവത്തിൽ കൂടി പോകുന്നത് ശരിയായ വചനം ശരിക്കും കാക്കാത്ത മണവാട്ടിയായി വിളിക്കപ്പെട്ട രക്തസാക്ഷികളായതിന്റെ കന്യകമാർ അവനെ ഉപദ്രവത്തിൽ കൊടുക്കും. വീട് വായിച്ചാൽ മതി. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. എന്നത്തെ കാര്യമായത് മുഴു ലോകത്തിലുള്ള പരീക്ഷാഘട്ടം വന്നത് ഇപ്പോഴാണ്. ഇതിനും ഇതുവരെ വന്നിട്ടില്ല. പാർട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ കാലഘട്ടം എന്ന് പറയുന്നതോ ഇത് അധികം അവസാന സമയമാണ്. ഇവിടെ ജാഗ്രതയോടെ ജീവിച്ചു. തമിഴ് പഠിക്കാൻ പറ്റും. വെളിപ്പാട് പുസ്തകം വെളിപ്പെടുത്തൽ 3-ാം അധ്യായം 10-ാം വചനം പഠിക്കുക. എൻ പുറമേ കുറിച്ച് സ്വന്തമായ വാർത്തയെ നീ കാത്തുകൊണ്ടപടിയാൽ ആ ഭൂമിയിൽ കുടിയിരിക്കുന്നവരെ ശോധിക്കുമ്പടിയാകെ ശോധനകാലത്ത് നീ തപ്പുമ്പടി ഞാൻ കാത്തു. ഇനി 2:10 വായിച്ചേ. വെളിപ്പാട് 2:10. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നോക്കണം, നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടത് കൈവിടപ്പെടുന്ന സഭയ്ക്ക് 3:10 എടുത്തുകൊള്ളപ്പെടുന്ന സഭയ്ക്ക് കൈവിടപ്പെടുന്ന രക്തസാക്ഷിയായിട്ടുള്ളവർക്കാണ് 2-ാം അധ്യായത്തിൽ 10-ാം വാക്യം വായിക്കുന്നത്. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാനും പിന്നെ 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. 10 ദിവസം കറക്റ്റ് അല്ല, ഒരു സർട്ടൻ പീരീഡ്.
ചിലപ്പോൾ 10 ദിവസത്തെ ഉപദ്രവം കൊടുക്കാറുണ്ട്. ഇത് ആ സർട്ടൻ പീരീഡിൽ നിനക്കൊരു ഉപദ്രവകാലമുണ്ട്. അതാണ് കൈവിടപ്പെട്ട് അന്ത്യക്രിസ്തുവിന്റെ വീട്ടിലേക്ക് പോകുന്ന ശേഷിക്കുന്ന സഭ. അതായത് ഒരുപാട് സഭ 1-ാം അധ്യായത്തില് ആൺകുട്ടി സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടുന്ന 1-ാമത്തെ ജയം പ്രാപിച്ച ആൺകുട്ടി സഭ. സഭയുടെ ശേഷിപ്പ് 12-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ സ്ത്രീ സന്തതി ശേഷിപ്പിനെ ഉപദ്രവിക്കേണ്ടതിന് അന്ത്യക്രിസ്തു മുന്നോട്ട് വരുന്നു. അവർ രക്തസാക്ഷികളായി. മറ്റൊരു കൂട്ടര് അന്ത്യക്രിസ്തു വിളിച്ചു. അങ്ങനെ 3 ഗ്രൂപ്പാണ് ഇന്ന് പെന്തക്കോസ്ത് ലോകത്തിൽ ഒന്നായിച്ചു പോകുന്നത്. 3 ഗ്രൂപ്പ്. ഒന്ന് എടുക്കപ്പെടുന്ന സഭ, ഒന്ന് രക്തസാക്ഷികളായവര്, ഒന്ന് കൈവിടപ്പെടുന്നത്. അതാ മജോറിറ്റി. ആ കൈവിടപ്പെടുന്ന മജോറിറ്റി ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പരിശുദ്ധില് പലർക്കും അത്യാവശ്യമില്ല. അതാണ് രാഷ്ട്രീയ പഴപ്പുറഞ്ഞാൽ വളരെ ആ കാലമൊക്കെ പോയി. ഇപ്പൊ അവരൊരു ആവശ്യമുണ്ടെങ്കിൽ വന്ന് റെഡിയായി പോകണം. ദിവസത്തിൽ അവരെ 10 വയസ്സ് നമ്മൾ പഠിക്കുക ഭയപ്പെടാതെ നിങ്ങൾ ശോധിക്കപ്പെടും പൊരുട്ട് പിശാചാനവൻ നോക്കണം. മറ്റൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പിശാചാനവൻ കൊച്ചു നാള് നിങ്ങൾക്ക് ഉപദ്രവമുണ്ട്. അടുത്ത അവർക്കെന്ന നിർദ്ദേശം നിങ്ങൾക്ക് മരിക്കാതെ നിവർത്തി നോക്കണം. നിങ്ങൾ ആ ഉപദ്രവത്തിൽ എവിടെ വരെ ടിൽ ഡെത്ത് മരിക്കുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസ്തരായി. അത് രക്തസാക്ഷിയാണ്. 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ മണവാട്ടി കൈവിടപ്പെടുന്നവര് നിങ്ങൾ മരണപര്യന്തം വിശ്വസ്തരായിരിക്കണം. എങ്കിലേ വായിക്കണം. ജീവകിരീടം. ആർക്കാ ജീവകിരീടം? തങ്ങളുടെ ജീവനെ സ്നേഹിക്കാത്തവർ. ജീവനെ സ്നേഹിക്കാത്തവർ ജീവകിരീടം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ച് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. ഇതൊന്നും ചുമ്മാ ചില്ലറ കളിയാണ് വിചാരിക്കുന്നത്. ജീവകിരീടം പ്രാപിക്കും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം തമിഴ് പഠിക്കുക ഉത്തമനെ വിളങ്ങിന പിറപ്പ്. അപ്പൊ ശോധനയിൽ കൂടി ഉത്തമനാക്കുക. മറ്റുള്ളവർ ദൈവേഷത്തിൽ കൂടി ഉത്തരവാകും. പൂർണ്ണപ്പെട്ട സഭ ദൈവഹിത പ്രകാരം ഉത്തമനായി. കൈവിടപ്പെട്ടവര് ശോധനയിൽ കൂടി അവരെ പൂർണ്ണരാക്കും. വായിക്കാം. അവർ ഉത്തമനെ വിളങ്ങിന പിറപ്പാണ്. ജീവകിരീടം അതിന്റെ അവിടെ പറയുന്നു. ജീവകിരീടം. അങ്ങനെ 2 കൂട്ടർ സഭയിലെ 3-2. ഒന്ന് മണവാട്ടി, രക്തസാക്ഷി. 2 പേരും ഒടിച്ചില്ല സിയോനിലേക്ക് എത്തി. അതാണ് 80-ാം സംഗീതം വായിക്കുമ്പോൾ ഇങ്ങനെ അവരെല്ലാം സിയോനിലേക്ക് എത്തും. ബലത്തിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴിയുണ്ട്. വായിച്ചു. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പേരുവഴികൾ ഉണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി നോക്കണം. 2 ഗ്രൂപ്പ് അവിടെയുണ്ട്. ഒന്ന് ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, അങ്ങനെയുള്ളവർ മനസ്സിലുണ്ട് സിയോനിലേക്കുള്ള പേരുവഴി. അവർക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. അവർക്ക് ഒരൊറ്റ ലക്ഷ്യമുണ്ട്. അവർക്കിത് ഇടുങ്ങിയ വഴിയല്ല. അവർക്ക് വലിയ സന്തോഷത്തിന്റെ വഴിയാണ്. അവരുടെ യാത്ര റിജോയ്സിംഗ്. ഇല്ലേ? ഒരു മനുഷ്യൻ പറയുന്നത് ഐ ആം ദി ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദി വേൾഡ്, അല്ലെങ്കിൽ ഐ ആം ദി ലക്കിയസ്റ്റ്. അതിന്റെ വിശേഷമുള്ളതാണ്. അപ്പൊ ആ വിധത്തിലാണ് അവിടെ ഓടും. എല്ലാവരും ഞാനെങ്കിൽ മൂളിയും മറ്റുള്ളവരെ കാണുന്നതല്ല. അങ്ങനെയുള്ള മനസ്സിൽ ഇനി അടുത്തത് കണ്ണുനീർ താഴ്വര. രക്തസാക്ഷികളായിക്കൊണ്ട് പാതില്ല. വായിക്കും. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കും. അടുത്തത് പരിശോധനയിൽ കൂടെ പോയി 2ാമതൊരു ഗ്രൂപ്പ് അവരും അതിനെ ജലാശയമാക്കി തീർക്കും. നീന്തലിന് യോഗ്യരായി തീരുകയാണ്. അവരുടെ പരിശോധനയിൽ കൂടെ അവർ നീന്തി അഗ്രഹിക്കുക. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസിന്റെ കപ്പൽ യാത്രയുടെ അവസാനത്ത് വായിച്ചേ അതിന് 27-40 ഇല്ലയോ? അവിടെ അവസാനം അതാ കപ്പൽ യാത്ര ഉള്ള രസമാണ്. ആദ്യം കപ്പലിൽ താമസിക്കണം എന്ന് പറഞ്ഞു. 2 കപ്പൽ ഉടയാൻ തുടങ്ങി.
അതിൻ്റെ അടി ഉറച്ച് അമര ഉറച്ച് നടത്തിപ്പെല്ലാം പാളി. ഇപ്പം പാളിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും. അമരക്കാരെല്ലാം പാളിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയത്തിലും ആത്മീയ ഗുണത്തിലും അമരക്കാർക്ക് ഇവിടെ അറിയാൻ പോയത് അവർ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ കുറ്റം പറയുന്നത് കാര്യമില്ല. കാലഘട്ടം അങ്ങനെയാണ്. അങ്ങനെ കപ്പലിൻ്റെ അടി ഉറച്ചു. കുറച്ചാൾ മുമ്പ് ഞാനൊരു മെസ്സേജ് വീഡിയോയിലിട്ടുണ്ടല്ലോ, പൗലോസിന്റെ കപ്പൽ യാത്ര. അതിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നു. അപ്പോൾ അതിൻ്റെ അവസാനം വരുമ്പോൾ നോക്കണം, വളരെ രസകരമാണ്. കപ്പലിൻ്റെ അടി ഉറച്ചു, അമരം ഉറച്ചു, രണ്ടും ഉറച്ചു, തകർന്നു. ഒന്ന് തകർന്നു, ഒന്ന് ഉറച്ചു. മുന്നോട്ട് പോകുന്നില്ല. എന്ത് ചെയ്യും? അപ്പോൾ അനൗൺസ്മെന്റ് വരികയാണ്, നീന്തറിയാവുന്ന വായിച്ചു. തടവുകാരിൽ ആരും നീന്തി ഓടിപ്പോകാതിരിക്കാൻ അവരെ കൊല്ലണമെന്ന് പടയാളികൾ ആലോചിച്ചു. ശതാധിപനോ പൗലോസിനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരുടെ താല്പര്യം തടുത്തു. നീന്തുവാൻ കഴിയുന്നവർ, ഇത് പാസ്റ്ററോ മദറോ സെൻട്രൽ പാസ്റ്ററോ ഈവൻ ചീഫ് പാസ്റ്റർ ആണെങ്കിൽ പോലും ഈ അനൗൺസ്മെന്റ് ഒരുപോലെയാണ്. നീന്തറിയാവുന്നവൻ. അപ്പൊ അവിടെ വേറൊരു യോഗ്യതയുണ്ട്. മൂപ്പനായതോ പാസ്റ്ററായതോ ചീഫ് പാസ്റ്റർ ഒന്നും അവിടെ ഇല്ല. നീന്തറിയാമെങ്കിൽ എന്ത് ചെയ്തോളൂ, അക്കടിക്ക് ആളിക്കൊള്ളാം. ഇത് കേൾക്കുന്ന മാത്രമേ കേട്ടില്ലേ. സ്വിമ്മിംഗ് പൂളിലെ നീന്തറിയാത്ത നിൽക്കുന്നുണ്ടല്ലേ, വിസിലടിച്ചവിടെ അവിടെ ആളുകൾ ഇതുപോലെ റെഡിയായിരിക്കുന്നവർക്ക് നീന്തി അങ്ങനെ മനസ്സിലാവും. അവര് വളരെ ആഘോഷമായിട്ട് നീന്തി. ആ നീന്തറിയാവുന്നവര് വായിക്കാം. നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ചാടി. ആദ്യം അവിടെ ആദ്യമാണ് ആരാ? ശരിക്കും നീന്തറിയാവുന്ന. എവിടെ നീന്തി? ഈ മാർഗത്തിൽ വന്ന് നീന്തോളജി പഠിച്ചു. ഇതിനകത്ത് നീന്തി പഠിച്ചു. എസ്.കെ. നാമത്തെല്ലാം വായിക്കുമ്പോൾ ആദ്യം നരയാടി, മുട്ടോളം, അരയോളം, പിന്നെ നീന്തിയിട്ടില്ല. ആത്മാവിന്റെ ഒരു പ്രവാഹം, ജലപ്രവാഹത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് ആത്മീയത്തിന്റെ വിശാലം. അതാണ് ജീവജല നദി. വിശ്വസിക്കുന്ന ഉള്ളത്തിൽ നിന്ന് തിരുവഴുത്ത് പറയുന്ന ജീവജല നദി ഒഴുകുന്നു. ഇത് പ്രാപിച്ചെടുത്തവർക്ക് അവസാന പരീക്ഷാഫലത്തിൽ അവർ വിസടിക്കാൻ കാത്തിരിക്കുകയാണ്. നീന്തിയിട്ടല്ലാതെ കിടപ്പാൻ കഴിയാത്ത നദിയിലേക്ക് അവർ ചാടുകയാണ്. അങ്ങനെ ആദ്യം അവർ ചാടും. ആര്? നീന്തറിയാവുന്ന വായിച്ചു. നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ചാടി കരയ്ക്ക് പറ്റുവാനും അടുത്ത സെക്കൻഡ് രണ്ടാം ഗ്രൂപ്പ് രക്തസാക്ഷികൾ. ശേഷമുള്ളവർ പലകമേലും. പിന്നെ അവർക്കെന്ത് വേണം? ഇപ്പോഴും പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയമില്ലാത്തവര് ഞാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. ഇപ്പോഴും പലരെ ആശ്രയിച്ചു, പലരെയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിപ്പിച്ചൊക്കെ പോകുന്നതായ ഈ രണ്ടാം ഗ്രേഡ് രക്തസാക്ഷികളാകേണ്ടവര് അവര് പിന്നെ എങ്ങനെയാ പോകുന്നത്? ഇവര് നീന്തി നല്ല സ്പീഡിലൊക്കെ പോകുമ്പോൾ ഇവര് ഈ കപ്പലിന്റെ ഉടഞ്ഞ വീണ്ടും ഒരു ശകല ന്യായപ്രമാണം, ആ ന്യായപ്രമാണത്തെ പിടിച്ചുകൊണ്ട് കപ്പലിന്റെ ഉടഞ്ഞ ഒരു കണ്ടത്തെ പിടിച്ച് നീന്താൻ വേണ്ടിയിരിക്കും. ഒറ്റയ്ക്ക് നീന്താൻ അറിയത്തില്ല, അതിന് പ്രാക്ടീസ് ചെയ്തില്ലല്ലോ. ആരെങ്കിലും ആശ്രയിച്ച് പോയി. അതുകൊണ്ട് ഇപ്പോൾ കപ്പൽ ഉടഞ്ഞപ്പോൾ ഇവർക്ക് അക്കരെ പോകണമെന്നില്ല. കപ്പൽ കണ്ടത്തെ പിടിച്ചതാണ്. കപ്പലിന്റെ കഷ്ടത്തെ കയറി പിടിച്ചുകൊണ്ട് കുറെ നീന്തും. അപ്പോൾ വരും. ഇങ്ങനെ പരിശോധനയുടെ ഉരുണ്ടും കുറഞ്ഞും തേഞ്ഞുമൊക്കെ ഇവരും അങ്ങനെ എത്തും. എത്ര വർഷം കൊണ്ട്? 3.5 വർഷം കൊണ്ട്. അവര് നീന്തി അങ്ങനെ പോയി. ഇവര് 3.5 വർഷം കൊണ്ട് അവര് പോകും. അങ്ങനെ അവരും എത്തും. വായിക്കാം. ശേഷമുള്ളവർ പലകമേലും കപ്പലിന്റെ ഖണ്ഡങ്ങളുടെ മേലുമായി എത്തുവാനും കൽപ്പിച്ചു. ഇങ്ങനെ എല്ലാവരും കരയിലെത്തി. എല്ലാവരും എന്ന് പറഞ്ഞാൽ മുഴുവൻ സഭക്കാരുമല്ല. യേശുക്രിസ്തുവിന്റെ മണവാട്ടി രക്തസാക്ഷികളായി മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തവരും സിയോനിലെത്തും. അല്ലെങ്കിൽ സിയോൻ എന്ന് പറഞ്ഞാൽ ദിവസത്തിലേക്ക് എത്തും. സിയോൻ എന്ന് പറഞ്ഞാൽ ദിവസത്തിൽ. അതാണ് 24 സംഗീതമായി. ഇങ്ങനെ എല്ലാവരും കണ്ണീർത്താണ്ടിലേക്ക് കൂടെ കിടക്കുമ്പോൾ അവർ അതിന്റെ ജലാശയമാക്കുന്നു. രണ്ടാമത് മറ്റുള്ളവർ മനസ്സിൽ പെരുവഴിയുണ്ട്. അടുത്തത് മുൻമൊഴിയാൽ അത് അനുഗ്രഹപൂർണ്ണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. പിന്നെ അടുത്തത് എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തും. എല്ലാവരും സകല വ്യത്യാസക്കാരുമല്ല, ഈ ആദ്യം സഭയും രക്തസാക്ഷി. ഇങ്ങനെ എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ഒരു നിമിഷം കൊണ്ട് നടക്കാം. നമുക്കതിനെ സമർപ്പിക്കാം. കാലം ചുരുക്കിയിരിക്കുന്നു. വലിയ കാര്യമൊന്നും പ്രതീക്ഷിക്കണ്ട. ആമേൻ. വല്ലവിധേനയും മരിച്ചുകൊടുത്ത ഒരു പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവനെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് അവർ നേടുന്നു. ഹല്ലേലൂയ. ശിവലമലകതുരമലമക്ഷിയാതിരായി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത
നീ നീട്ടല്ലാതെ ആരാ